തീരുമാനിക്കപ്പെടുക. തീർച്ചയായും നല്ല സെഷൻസ്, നല്ല മോട്ടിവേഷൻസ് ശശികുമാർ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കിട്ടാവുന്നതിൽ വളരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രഗത്ഭനായ ഒരു റിസോഴ്സ് പേഴ്സണെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശശികുമാർ സാറിന്റെ ക്ലാസ് എനിക്കൊന്ന് ഒരു മാസം മുമ്പ് ഞങ്ങൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊരു സെഷൻ കണ്ണൂർ സെൻട്രൽ കോളേജിൽ വെച്ച് നടത്തിയിരുന്നു. സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ വരുന്ന 1 അല്ലെങ്കിൽ 2-3 മണിക്കൂറുകൾ നിങ്ങൾക്ക് സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നല്ല ഐഡിയാസ് കിട്ടട്ടെ എന്ന് കരുതുന്നു. ഓരോരുത്തരിലും ഇവിടെ ഇരിക്കുന്ന 10-60 പേരോളമുണ്ട്. ഓരോരുത്തരും നാളത്തെ ഇന്ത്യയുടെ നേതാക്കളെ കാണാൻ പറ്റി സഹായകമാവട്ടെ ഈ സെഷൻ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നിർത്തുന്നു. ഇതാരായി ഞാൻ നിന്നെ എല്ലാവർക്കും അറിയോ? നീ എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല സോണിയാണ്? ഞാൻ റിയാല അത് ഇവിടുത്തെ ഒരു പേര് എന്താണ്? എന്താണ്? കേട്ടില്ല. ഇതൊക്കെ ട്രെയിനിങ് ആണ്, മനസ്സിലാക്കി. ഇങ്ങനെ ഞാൻ ട്രെയിനിങ് കൊടുക്കണം. 2 പ്രാവശ്യം തന്റെ പേര് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കും. സ്പെല്ലിംഗ് പറഞ്ഞു. യു അണ്ടർസ്റ്റുഡ്? ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. മനസ്സിലാവുണ്ടോ? ഈ ആൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള ടെസ്റ്റിൽ തനിപ്പോ പേര്. അത് പാസ്സാകാനുള്ള മാർഗം എന്താണ്? എന്റെ പേര് ശശി എന്നാണ് പേര്. വാട്ട്സ് യുവർ നെയിം? നെക്സ്റ്റ് ചോദിച്ചാൽ SASI ശശി. പിന്നെ ചോദിക്കുകയാണ്, മനസ്സിലായി? അപ്പൊ ഒരു പ്രാവശ്യം ചെയ്ത് 2ാമത് ചോദിക്കുമ്പോൾ ഒട്ടൻ എന്ത് പറയണം? ഇത്ര ക്ലിയർ ആയി നോക്കൂ. ഡു ഇറ്റ്. ഓക്കേ? ഞാൻ എവിടെ? ഐ ആം എ സ്റ്റുഡന്റ് ക്ലാസ് 8A KV കണ്ണൂർ. കേന്ദ്ര വിദ്യാലയ കണ്ണൂർ. ഞാൻ വിചാരിച്ചൊക്കെ KV എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പത്രം വായിക്കാറില്ല. പത്രം ഒരു പേരിൽ നോക്കിയെങ്കിലും അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാറില്ല. ഇല്ല സർ. ഓക്കെ സർ. ഈ വർക്ക് എന്നവർക്കുള്ളതാണ് ഈ സാധനം. സോ ഞാൻ സോൾവ് ചെയ്യുന്നു, ഇനി എക്സ്പാൻഡ് ചെയ്തു പേപ്പർ വായിക്കാം, പിന്നെ ഓരോ കാര്യം കൂടുതലായി അറിയാം. എൻ്റെ പേര് ബോബി ജോസഫ്. ഞാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ കെമിസ്ട്രി 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ആദ്യം എടുത്ത തീരുമാനം രാവിലെ എഴുന്നേൽപ്പോൾ നല്ലതാണ്. 2ാമത് എടുത്തത് വെള്ളം കുടിക്കില്ല. കാരണം when you study half an hour it's equal to 3 hours of work. ശരിക്കും പഠിക്കുന്ന ഒരാള് millions of chemical reactions happens in brain and your body chemistry changes and you require dilution with water. So ശരിക്കും വെള്ളം കുടിച്ചാലേ പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടും. ശ്രദ്ധ കിട്ടുന്നത് വെള്ളം കുടിക്കുന്നു. നല്ലപോലെ ശ്രദ്ധ കിട്ടുമ്പോൾ ബോഡി ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളം. ഓക്കെ? ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനെ ജ്ഞാനം കിട്ടും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധയില്ലായ്മയാണ്. ശ്രദ്ധ വേണമെങ്കിൽ നല്ലപോലെ വേണം. വെള്ളം കുടിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വായിക്കാതിരിക്കാൻ പറ്റില്ല. എവിടെ കൊണ്ടുവരും? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലപോലെ പഠിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് 1 hour 2 hours 3 hours ഇരിക്കരുത്. ഹാഫ് ആൻ അവർ ടേക്ക് എ ബ്രേക്ക്. ഗോ ആൻഡ് വാഷ് യുവർ ലെഗ്, വാഷ് യുവർ ഫേസ്, വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം കെമിസ്ട്രി ലാബിലെ ഷവർ വാഷ് ഫേസ് വാഷിൽ പോകും. അവിടെ ഉണ്ടാകുന്ന ഇല്ലേ? വീട്ടിലല്ലോ. വീട്ടിൽ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കെമിക്കൽ ലാബുകളിൽ ഫേസ് ഷവർ വാഷ് ഉണ്ടാവും. കാരണം അറിയാണ്ട് ആസിഡ് എങ്ങാണ്ടായിരിക്കും. കൈകൊണ്ട് പിന്നെയും തുടച്ചു കഴിഞ്ഞാൽ ഫുൾ കടാം. അപ്പോൾ എല്ലാ കെമിക്കൽ ലാബുകളിലും ഒരു ഫേസ് വാഷ് ഉണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ? നോക്കില്ല. ഇടയ്ക്കൊന്ന് പോയി നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ. കാരണം എന്തായാലും നമുക്കുള്ള സാധനമല്ലോ ഉപയോഗിച്ചു. അപ്പോൾ പോയിട്ട് നല്ലോണം മുഖം ഇങ്ങനെ ഷവർ. സോ യു ക്യാൻ ഷവർ യുവർ ഹാൻഡ്സ്, ഷവർ യുവർ ലെഗ്സ്, സോ യു ബിക്കം ഫ്രഷ് ഒക്കെ കുളിച്ച പോലെ. 2ാമത് എടുത്ത തീരുമാനം എൻ്റെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള എൻ്റെ ഒരു തീരുമാനം എനിക്ക് ടൈമില്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു
സഹാറ കുടിക്കാൻ അങ്ങനെ കിട്ടണം ഇവിടെ തല കിട്ടരുത് കേട്ടോ. ടൈം മാനേജ്മെന്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കട്ട് ചെയ്തോ. ശ്രദ്ധിക്കും. പിന്നുള്ളത് ഞാൻ യൂസ്ലെസ് ആണെന്ന് തോന്നിയിട്ടില്ല, പക്ഷേ സാറ് പറഞ്ഞപ്പോൾ യൂസ്ലെസ് ആണെന്ന് ഈ ചെറിയ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി. ഞാൻ പരമാവധി ഓരോ വേർഡിന്റെ അടക്കം മീനിങ്സ് വെച്ച് പഠിക്കാൻ ശ്രമിക്കും. ഗുഡ്. എന്താ തന്റെ പേരെന്താ? പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അന്വേഷിച്ച കണ്ടുപിടി. ഞാൻ റമീസ, എന്താണ്? RAMEESA, റമീസ. ഈശ. എന്റെ വീട് എറണാകുളത്താണ്, കോതമംഗലം. ഇതിനെങ്ങനെ പിടിച്ചേ? നിന്നെ കല്യാണം കഴിച്ചോ? അല്ല, നിങ്ങൾ സാധാരണ പറയില്ല അല്ലേ ആൾക്കാര്? ആ ടൈമില് അഡ്മിഷന് കുറച്ച് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന് പറഞ്ഞ് ഏത് കോളേജ്? വിറാസ് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, അതെവിടെയാണ്? വിളയങ്കോട്. വിളയാങ്കോടാ? ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ താമസിച്ചിരുന്ന സ്ഥലം. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിന്റെ പേര് വാർപ്പ് വീട്. ഞാൻ ആദ്യമായിട്ട് വാർപ്പ് വീട് എൻ്റെ വീട്, എൻ്റെ ചേച്ചിയുടെ വീട് വിളയാങ്കോട്. അവിടെയാണ് ഞാൻ ടൈലറിങ് പഠിച്ചത്. 9ാം ക്ലാസ്സിൽ ഞാൻ ടൈലറിങ് പഠിച്ചു. വെക്കേഷൻ സമയം. ഐ നെവർ വേസ്റ്റഡ് മൈ വെക്കേഷൻസ്. വെറുതെ പറഞ്ഞല്ല, ഞാൻ വെറുതെ സമയം കളയാറില്ല. ശരിക്കും വെക്കേഷൻ സമയത്ത് ടൈലറിങ് ക്ലാസ്സിൽ പോയിട്ട് യു കട്ട്, വി കട്ട്, ഡബ്ല്യു കട്ട്, അംബ്രല്ല കട്ട് എന്നൊക്കെ പറഞ്ഞ കുറേ കട്ടുകൾ, സാരികളും ബ്ലൗസുകളും, ഇതൊക്കെ ഓരോ സാധനവും തുണിയെടുത്ത് കൊണ്ടുപോയി രാവിലെ എത്തുന്നു. 1 മാസം കൊണ്ട് എല്ലാ ടൈലറിങ്. വിളയാങ്കോട് ഇസ് മൈ ഗോൾ. ഗുഡ്. അവിടുന്ന് ഇവിടെ വരുമോ? എൻ്റെ എക്സാക്ട്ലി ഇന്നലെ ഞാൻ വൈകിട്ട് എനിക്ക് തോന്നി ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണ്ട, എന്നിട്ട് ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ക്ലാസ്സിന് വരുന്നില്ല. നിങ്ങളൊരു പേരാണ്. ചെയ്യണമെന്ന് ചോദിച്ചത്. ഓ, വെറുതെ കിട്ടിയോണ്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് ജസ്റ്റ് ഇവിടെ വരണം എന്നേ ഉള്ളൂ. അത് വെറുതെ കിട്ടുന്ന എല്ലാം കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ ഹോസ്റ്റലില് ഇറങ്ങാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ റിക്വസ്റ്റ് കൊടുത്ത് മാനേജറിനെ വിളിച്ച് ഈ ഇറങ്ങാൻ പ്രശ്നമുള്ള സ്ഥലത്ത് വേറൊരു പണിയുണ്ട്, കേറിയാ മതി. മതില് ചാട്ടം. ഈ ഇറങ്ങാൻ പ്രശ്നമുള്ള സ്ഥലത്താണ് മതില് കയറിയ ആൾക്കാർ. എന്നിട്ട് രാവിലെ വന്ന് ഇവിടെ ഇരുന്നപ്പോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതില്. എന്റെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. രാവിലെ എണീക്കുന്നത് അത്യാവശ്യം ടൈമിന് എണീക്കാറുണ്ട്, പക്ഷെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരിക്കലും നല്ല രീതിയിലാണെന്ന് തോന്നിയിട്ടില്ല. ഇനി എന്റെ ജീവിതത്തിലെ എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ഏതാ വിഷയം പഠിക്കുന്നത്? BSc ഫിസിക്സ്. ഞാൻ ഫായിസ, FAYIZ. വിളയങ്കോട് റമീസാന്റെ കൂടെ തന്നെയാണ്. പിന്നെ വിറാസ് കോളേജ് സെക്കൻഡ് ഇയർ BSc ഫിസിക്സ്, വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. വാദിഹുദ ഒരു സ്ഥാപനം. അന്വേഷിക്കണം, മനസ്സിലാവുണ്ടോ? ഈ കോളേജ് പഠിക്കുമ്പോഴേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് എവിടെയെങ്കിലും പോയിട്ട് പിന്നെ ചോദ്യം വരും. ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എനിക്കും റമീസാക്കും ഏകദേശം നമ്മള് ഹോസ്റ്റലേഴ്സ് ആണ്. അപ്പം ഇവിടെ നിന്റെ വീട് പറഞ്ഞോ? ഞാൻ ഇരിക്കും ഇവിടെ കണ്ണൂർ. പിന്നെ ഞാനും ഇരിക്കൂർ ഇരിക്കൂർ എവിടെ? നടുവിലാണ് ഇരിക്കൂർ. സാർ ഇതിനു മുമ്പ് വന്നിട്ടില്ലയോ? നടുവിൽ എന്ന് പറയുന്ന സ്ഥലം ഇരിക്കൂർ മണ്ഡലത്തിലാണ്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഇരിക്കൂറാണ്. പഴയ MLA ഒരു ഗോവിന്ദനുണ്ട്, അതിന്റെ റിലേറ്റീവ്. അയാൾ പോയതിനു ശേഷമാണ് KC വന്നത്. കല്യാൺ യശ്മാനൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, എല്ലാ കസിൻസ് ആണ്. കണ്ണൂര് മിക്കവാറും എല്ലാ യശ്മാനന്മാരും നമ്മളെ യശ്മാൻ. എന്റെ നാട്ടിലുള്ള എന്താ യശ്മാനാന്ന് വിളിക്കുള്ളൂ. കല്യാൺ യശ്മാനൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്. അവിടെയുള്ള കല്യാൺ യശ്മാനാണ്. അവിടെ ഫേമസ് KT തറവാട്.
ഞാൻ ഈ ക്ലാസ്സിന് ശേഷം എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കണം, ഇത് കുറച്ചുകൂടി ഫോണിൽ കേട്ടു. എനിക്ക് പഠിക്കണം, കൂടാതെ മറ്റുള്ളവരെ പഠിപ്പിക്കണം That's എന്നുള്ളതാണ്. great. നീ പറയാത്തൊരു സംഭവമാണ് പറഞ്ഞു. ഞാൻ നന്നാവുന്നല്ല പറയുന്നത്. യു ഹാവ് ടു ബിക്കം ടോർച്ച് ബെയറേഴ്സ്. ഇന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ വരാത്തവരുണ്ടാവും, ഉണ്ടാവില്ലയോ? നഷ്ടമായിട്ടുണ്ടാവും. അങ്ങനെ പറയാൻ പറ്റും. പറയണമെങ്കിൽ ആരാ പറഞ്ഞത്? ഏതോ ഒരു വെളിച്ചത്താടിക്കാൻ എന്തെല്ലോ പറഞ്ഞു, എന്തെല്ലോ പറഞ്ഞു, അതല്ലേ അങ്ങനെ പറഞ്ഞു. പോയിന്റ് വൈസ് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നതാണ് പറഞ്ഞത്, നമ്പർ 1 2 3 4 5, മനസ്സിലായോ? അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അത് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് ബസ്സിൽ കൂടെ യാത്ര ചെയ്ത ആളെ എന്നെ വിളിക്കാറ്. സാർ ഇപ്പൊ ക്ലാസ് എടുത്തില്ല, ബസ്സിൽ ഞങ്ങൾ കൂടെ എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു സാറിന് വിളിക്കണം. എന്നിട്ട് എന്റെ നമ്പർ വിളിച്ചത് ഞങ്ങൾക്ക് നമ്പർ തരും. They have done it. അതാണ് സ്റ്റുഡൻസ്, അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. Don't you become a change അല്ല. എന്താ വേണ്ടത്? You must change. അതാണ് സോഷ്യൽ ബീയിങ്. ബീയിങ് സോഷ്യൽ, ഹ്യൂമൻ ബീയിങ്, ബീയിങ് ഹ്യൂമൻ. പിന്നെ സാർ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ഡ്രോപ്പ് ചെയ്യാതെ എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം തോന്നിയത് നമ്മുടെ കൂടെ വരാനിരുന്ന 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു, നുഷ്ഹത്ത് സമാനും തഫ്സീറും. അവരോട് പറയണം ഈ ക്ലാസ്സിന്റെ എഫക്റ്റീവ് എത്രത്തോളം നമ്മുടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതും. പിന്നെ ശശികുമാർ സാറെ ജോബി സാർ ഒരുപാട് പറഞ്ഞിരുന്നു, പക്ഷെ ആരാണോ എന്താണെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥനെ എനിക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം എന്നുള്ള നല്ല ആഗ്രഹം. പിന്നെ എൻ്റെ ഫിസിക്സ് അപ്ലൈ ചെയ്യാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഫിസിക്സ് ഇത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്നും. പക്ഷെ ചെറിയൊരു വാക്കുകളിലൂടെ ഫിസിക്സിനെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത സാറിന് വലിയൊരു നന്ദി. കുറെ പറയാനുണ്ട്. ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളും ചുറ്റിത്തിരിയുന്ന, സൂര്യന് ചുറ്റും തിരിയുന്ന കെപ്ലറിന്റെ ലോ പഠിക്കുന്ന ഫിസിക്സിലാണ്. അതിലൊരു പ്ലാനറ്റ് ആണ് ജിയോഗ്രഫി. അപ്പൊ ഫിസിക്സിന്റെ ഒരു ഭാഗമാണ് ജിയോഗ്രഫി. ആ ജിയോഗ്രഫിയുടെ മുകളിൽ നിന്നിട്ട് ജന്തുക്കളെ പറ്റി പഠിക്കുന്നതാണ് ബയോളജി. അവിടെ എന്തെപ്പോ സംഭവിച്ചു എന്ന് പഠിക്കുന്നതാണ് ഹിസ്റ്ററി. അവിടെ നിന്ന് എന്ത് കൊണ്ടുപോകുന്നു, എന്തിറക്കുന്നു എന്ന് ചോദിക്കുന്നതാണ് കൊമേഴ്സ്. അവിടെ എത്ര കാശുണ്ട് എന്ന് ചോദിക്കുന്നതാണ് എക്കണോമിക്സ്. അവിടെ ആര് ഭരിക്കുന്നു, എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് പൊളിറ്റിക്സ്. അതിനകത്ത് സെല്ലുകളുടെ ഉള്ളിൽ വരെ കയറിയ ബയോളജി. 10⁻⁻6 സെല്ല് വരെ എത്തിയാൽ മൈക്രോ ബയോളജി. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ് അല്ലേ? 10⁻⁻6 വരെ ബയോളജി, 10⁻⁻9 ആയ ടെക്നോളജി, 10⁻⁻13 ആയ കെമിസ്ട്രി. -13 അകത്ത് പോയി കഴിഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഫിഷൻ, ഫ്യൂഷൻ, അത് ന്യൂക്ലിയർ എനർജി. എന്റെ മകൻ പഠിക്കുന്ന ന്യൂക്ലിയർ എനർജി, ഞാൻ പഠിച്ചത് സ്പേസ്. തുടങ്ങിയത് സ്പേസ് നിന്ന് തീർന്നവിടെ ന്യൂക്ലിയർ എനർജി. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ. എങ്ങനെയാണോ ആറ്റം അതുപോലെയാണ് സ്പേസ്. ആറ്റത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ നല്ല നക്ഷത്രമുള്ള ദിവസം സ്പേസിൽ നോക്കിയാൽ മതി. അപ്പൊ ഗ്രഹങ്ങൾ കാണാൻ പറ്റും. ആ ഗ്രഹങ്ങൾ എങ്ങനെയാണ് സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നത് നോക്കിയാൽ അതേ സ്പീഡിലാണ് ഇലക്ട്രോൺസ് ന്യൂട്രോൺസിന് പ്രദക്ഷിണം ചെയ്യുന്നത്. ആലോചിക്കാൻ എന്ത് പ്രതിഭാസമാണ്. അതുകൊണ്ട് ഒറ്റ മന്ത്രം, ഉപനിഷത്ത് മന്ത്രം, യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഫിസിക്സ് ആണ്. ഞാൻ മാത്തമാറ്റിക്സ് ആണെങ്കിലും എന്റെ PhD ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ്. അതുകൊണ്ട് ഫ്ലൂയിഡ് സിസ്റ്റംസ് മെക്കാനിക്സ് ആണ് എന്റെ സബ്ജക്ട്. ആ ഫ്ലൂയിഡ്സ് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ബ്ലഡ്. ബ്ലഡ് ഫ്ലൂയിഡ് അല്ല. ന്യൂട്ടന്റെ നിയമം കേൾക്കാത്തൊരു ഫ്ലൂയിഡ് ആണ് ബ്ലഡ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബ്ലഡ് താഴത്തേക്ക് പോകും, പോയില്ല. ന്യൂട്ടൺ പറഞ്ഞതെല്ലാം താഴത്തോട്ട് പോകുന്നല്ലേ. ബ്ലഡ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ ഞാൻ കേൾക്കില്ല. അപ്പൊ ആ ബ്ലഡിന്റെ പേരാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അതെന്തേ അങ്ങനെയായെന്ന് ചോദിച്ചാൽ ബ്ലഡിന്റെ കെമിസ്ട്രി നോക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കെമിസ്ട്രി അറിയും. ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണ്, അത് പഠിക്കുന്നത് കെമിസ്ട്രിയിലാണ്. അപ്പൊ നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഫിസിക്സിൽ പഠിക്കുമ്പോൾ എന്ത് പഠിക്കേണ്ടി വരും? കെമിസ്ട്രി പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ എന്റെ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്ത് കെമിക്കൽ ചാനലിലാണ്. അപ്പൊ ഞാൻ കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ മാത്തമാറ്റിക്സ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ബ്ലഡിലും ഹ്യൂമൻ ബീയിങ്ങിലും ഒക്കെയുള്ള സയൻസ് ആണ്. അപ്പൊ നമ്മൾ ബയോളജി പഠിക്കണം വേണ്ടേ? ചെറിയൊരു ഫ്ലൂയിഡ് മാറ്റം വരുത്തിയാലും നിന്റെ സ്വഭാവം മാറില്ല. മാറിലേക്ക് വൈകുന്നേരം പോയിട്ട് പെങ്കടിക്കുക, അവിടെ കൂടെ നല്ല കുറച്ച് കെമിസ്ട്രി മാറ്റി കഴിഞ്ഞാൽ എന്താവും? സ്വഭാവം. അപ്പൊ സൈക്കോളജി പഠിക്കുന്നത്, ഞാൻ സൈക്കോളജിസ്റ്റാണ്. MS in psychotherapy and counseling. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ ബയോകെമിസ്ട്രി പഠിക്കണം. ബയോകെമിസ്ട്രി പഠിക്കുമ്പോൾ
ഇതാണ് പഠിക്കുക. എഫക്ട്, ഹൗ ഡസ് ഇറ്റ് എഫക്ട്? ഇപ്പൊ ഫിസിക്സിന് എഫക്ട് നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കോ ഇല്ലയോ എന്ന് പറയുന്നത് ഫിസിക്സ് അല്ലേ. ബാലൻസ് വേണോ വേണ്ടോ തീരുമാനിക്കുന്ന കെമിസ്ട്രി അല്ലേ, ആണോ അല്ലയോ? അത് ബയോളജിയിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് പഠിക്കണ്ടേ? അപ്പൊ ഏതെങ്കിലും തരംതിരിച്ച് പഠിക്കാൻ പറ്റുമോ? എല്ലാ വിഷയവും ഒരേപോലെ പഠിക്കണം. ഓക്കെ, ഏത് വിഷയമാണ് എവിടെയാണെന്നൊന്നും ചോദിക്കരുത്, എന്തും പഠിക്കും. നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ആളല്ലേ. എല്ലാ ദിവസവും പൊറോട്ട ഇറച്ചി കഴിക്കുന്ന ആൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളെന്ന് പറയും. കുറേ വെറൈറ്റി കഴിക്കുന്ന ആളാണ്. ഏറ്റവും കുറേ വെറൈറ്റി പഠിക്കുന്ന ഒരാളാണ് ഏറ്റവും നല്ല സ്റ്റുഡൻറ്. അങ്ങനെയാണ്. ഫിസിക്സ് മാത്രം പോരാ. You must enjoy physics, but if you know physics, you can learn other things also. പിന്നെ ഇതെന്നാ പറയാനുള്ള സെമസ്റ്റർ വൈസ് മാത്രം എക്സാമിന്റെ തലേന്ന് എടുത്ത് തട്ടിമുട്ടി ഒപ്പിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. അതെന്തായാലും മാറ്റണം. പിന്നെ തിരക്കുള്ള സ്ഥലത്ത് കൂടി പോകണം. തട്ടി മുട്ടിയൊക്കെ പോകണം. അങ്ങനെയല്ല, സമയം ഉണ്ടാവില്ല. തട്ടിമുട്ടാനൊക്കെ പോകും. സാധാരണ രീതിയിലാകുമ്പോൾ പെൻഡിങ്ങിലാക്കി പിന്നെ അവസാന ദിവസം സിനിമ പോവാം. അവസാന ദിവസം ഒന്നും പഠിക്കാണ്ട് അതുവരെ എല്ലാം ശീലം മാറ്റണേ. ഓക്കെ, പിന്നെ IAS വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നല്ലൊരു ടീച്ചറാവും. എനിക്ക് ഏറ്റവും നല്ല പ്രൊഫഷൻ എന്താന്ന് വെച്ചാൽ ടീച്ചർ. അല്ലെങ്കിൽ 8 ലക്ഷം പിള്ളേർ ഇങ്ങനെയാണോ? എവിടെയെങ്കിലും ഏതെങ്കിലും ജോലിയിൽ ഇങ്ങനെ പറയും ആരെങ്കിലും അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ യു കൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ, യു കൻ ചേഞ്ച് പീപ്പിൾ, യു കൻ മെന്റർ പീപ്പിൾ. എന്നെ മറക്കില്ല. That's it. And you can influence only when you become a good teacher. Inshallah. എൻ്റെ പേര് എഡിസൺ, EDISON. എഡിസൺ എന്താ പറഞ്ഞത്? കുറെ പറഞ്ഞിട്ടുണ്ട്. 1000-ഓളം സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഗ്രാമഫോൺ, കണ്ടുപിടിച്ചുകൊണ്ട് മറന്നുപോയി. നീ ഓർത്തിരിക്കാം. അങ്ങനെയല്ല പറയാറ്, കുറെ കണ്ടു പക്ഷെ ഒന്നും പിടിച്ചില്ല. ഒന്നേ പിടിച്ചുള്ളൂ. ഓക്കെ, ഞാൻ 3rd ഇയർ ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്നു. ഓക്കെ, ഈ ക്ലാസ് എനിക്ക് തന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ എങ്ങനെ പഠിക്കണം എന്ന്, സ്നേഹിച്ച് പഠിക്കണം എന്ന് ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടി, ഒരു അറിവ് കിട്ടി. പിന്നെ ഇതുപോലത്തെ MSc എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നല്ലൊരു യൂണിവേഴ്സിറ്റി. ഞാനിപ്പോ 2-3 എക്സാം, എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്, അതെ എഴുതുന്നുണ്ട്. അപ്പം അത് കിട്ടുവാണെങ്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ IIT JAM എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വരുന്നുണ്ട്, അതിന് കൊടുക്കണം. കിട്ടിയ അവിടെ പോകും. ഇന്ത്യയിൽ ശരിക്കും പോകേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IITs, IISER, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് റിസർച്ച്. അതിൽ ആസ്ട്രോണമിയാണ്, ആസ്ട്രോഫിസിക്സ് ആണ് ഇഷ്ടമെങ്കിൽ യുനെസ്കോ ടു പൂനെ. നർലേക്കറാണ് ലോകത്തിലെ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ആസ്ട്രോഫിസിക്സിന്റെ പ്രൊഫസർ. അയാളുടെ സ്റ്റുഡന്റ് ആയിരുന്നു. ഐ സാറ്റ് ഇൻ നർലേക്കർസ് ക്ലാസ്. നർലേക്കർ എന്ന് പറഞ്ഞാൽ ആസ്ട്രോഫിസിക്സിന്റെ താതയാണ്. അയാൾക്ക് നോബൽ സമ്മാനം കിട്ടാത്തത് ചിലപ്പോൾ ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. അയാൾക്ക് കിട്ടുമായിരുന്നു. അത്രയും നല്ല സ്പെഷ്യലിസ്റ്റ്. മാത്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫിസിക്സുകാർക്ക് പറ്റിയ മറ്റേ പേര്. മാത്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ. ECG സുദർശൻ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ. അയാളുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നു. എന്റെ ഗുണം അങ്ങനെ കുറേ സ്റ്റാൾവാർഡ്സ് ബെസ്റ്റ് പ്രൊഫസർമാരുടെ സ്റ്റുഡന്റ് ആവാൻ പറ്റിയതാണ്. ECG സുദർശന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ത്രില്ലടി. അല്ല, യശ്പാൽ, ഫിസിക്സിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിസിക്സ് പ്രൊഫസർ ആരാന്ന് വെച്ചാൽ യശ്പാലിന്റെ ഒക്കെ ഇന്റർനെറ്റ് പോയിട്ട് വെറുതെ ഫിസിക്സ് ഒന്ന് പഠിച്ചു നോക്കണം. MIT-യുടെ പ്രൊഫസർമാരുണ്ട്. അയാൾ സിമ്പിൾ പെൻഡിലും പഠിപ്പിക്കും ക്ലാസ്സിൽ. പ്രൊഫസർ സിമ്പിൾ പെൻഡിലും വളരെ സിമ്പിളാന്ന് തോന്നും, പക്ഷെ അയാൾ അങ്ങനെയല്ല ചെയ്യാം. അയാൾ വലിയൊരു ഹുക്ക് ഉണ്ടാക്കി, ഒരു ചെയിൻ ഉണ്ടാക്കി, അതിന്റെ മുകളിൽ ഊഞ്ഞാല് കെട്ടി അയാൾ അതിന്റെ മുകളിൽ, എന്നിട്ട് അയാളെ ഇങ്ങനെ ആട്ടും. ഇങ്ങനെ പ്രൊഫസർ ആടിക്കൊണ്ടാണ് ക്ലാസ് പറയുക. ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ അപ്പൊ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടെങ്കിൽ നമ്മുടെ കൂടെ. MIT, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫസേഴ്സ് ഇൻ ദ വേൾഡ്. മനസ്സിലായി? അങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഇപ്പം ഉണ്ട് യൂട്യൂബ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ. യു മസ്റ്റ് സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഓൺ മൂവി, ഇന്റർനെറ്റ്, TV, ഇതൊക്കെ കാണും. മനസ്സിലായി? So you can, though you may not get for MSc in the best place,
യൂസ് ദീസ് ഇൻഫർമേഷൻ, സ്റ്റാർട്ട് റീഡിങ് ആസ് മച്ച് ആസ് യു. കുസാറ്റ് ഇസ് എ ഗുഡ് പ്ലേസ്. ഞാൻ പഠിച്ചത് കുസാറ്റിലാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ MS. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ കുസാറ്റ്. അത് ഫിസിക്സും നല്ലതാണ്. അവർക്കാണ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായി. ഞാൻ ഫോട്ടോണിക്സിൽ ക്ലാസ് എടുക്കാൻ പോവാം, ഫിസിക്സിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, എൻവറോൺമെന്റ് സയൻസ് പോയിട്ടുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് പോയിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. പക്ഷെ അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. എവിടെ വീട്? കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി. എനിക്കിപ്പോ 20 വയസ്സായി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇതുവരെ ഈ മൈക്കിന് മുമ്പിൽ നിന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല. അതിനെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ഇൻസ്പയർ ചെയ്ത സാറാണ്. സാറിന് നന്ദി പറയുന്നു. എന്റെ പേര് നീതു രജി. പേര് ഇപ്പോ ഇങ്ങനൊരു അവസരം വന്നപ്പം ഞാൻ മറ്റൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചമക്കം. ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും നല്ലപോലെ എടുത്തു തരുന്ന കളറാണ് ഈ കളർ, അല്ലേ? ഞാൻ വന്നോതിനെ ശ്രദ്ധിക്കുന്നുണ്ടായി ഫോട്ടോ അപ്പൊ ഈ കളർ വല്ലാണ്ട് ഇത് ഫിസിക്സിൽ പഠിക്കാനുള്ളതാണ്. ഫോട്ടോജനിക് ആയിട്ടുള്ള കളറാണ്. അത് എവിടെയെങ്കിലും മാരേജിന് മുമ്പ് ഇതിട്ടിട്ട് പോകും, കിടക്കിടക്ക് ഇങ്ങനെ നടക്കണം. ആ ഫുൾ ക്ലാസ്സിൽ ഏറ്റവും നോക്കി കാണാം. ഈ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ യുവർ ഗുഡ്. ഞാൻ നിർമ്മലേരി കോളേജിൽ സെക്കൻഡ് ഇയർ BSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കോളേജിൽ ഒരു ദിവസം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനാഗുറേഷൻ സമയത്ത് അവിടെ ഒരു പ്രസംഗ മത്സരം ഉണ്ടായി. അപ്പോൾ ഈ പ്രസംഗ മത്സരം നടക്കുന്ന സമയത്ത് നമ്മുടെ ദീപു സാറായിരുന്നു. സാറ് വന്നിരുന്നു. സാധാരണ പ്രസംഗ മത്സരത്തിന് ദീപു സാർ ജഡ്ജ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ സാർ അവിടെ വന്നപ്പം അന്ന് ഞാൻ പ്രസംഗ മത്സരത്തിൽ പോയപ്പോൾ ഞാനവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. സാർ പറഞ്ഞു, ഇത് ഒരു കാര്യമുണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ പറയണം, ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി എല്ലാ ക്ലാസ്സിലും എനിക്ക് പറ്റുന്നതാണ് എല്ലാ ക്ലാസ്സിലും പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഡേറ്റ് പെട്ടെന്ന് മാറ്റിയില്ലേ ക്ലാസ്സിൻ്റെ, ആദ്യം ഫിക്സ് ചെയ്ത ഡേറ്റ് മാറ്റി പിന്നെ അത് അനൗൺസ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊക്കെ കരുതിയിരുന്നത് എല്ലാവരോടും പോയി പറയുമ്പം സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്, വരണം, താല്പര്യമുള്ള വരണം, നല്ല ക്ലാസ്സാണ്, ഒരു എങ്ങനെയാണ് ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാം, അതൊക്കെ പറഞ്ഞു തരും, നല്ലൊരു ക്ലാസ് ആയിരിക്കും എന്നൊക്കെ ദിവസം ഒത്തിരി പറഞ്ഞു. കുറേ പേരോട് പോയി പറഞ്ഞപ്പം കുറേ പേര് ഞങ്ങളോട് ചോദിച്ചത്, ഓ കളക്ടർ ആവാൻ പോയിരിക്കും, അതിൻ്റെ ക്ലാസ് ആണോ, അങ്ങനെ ഒരു മനോഭാവത്തോടെയാണ് ഞങ്ങളെ പോയി പറഞ്ഞ എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ അവർ നോക്കിക്കണ്ടത്. ദീപു സാറിൻ്റെ ഞങ്ങളോട് താല്പര്യവും നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലായ ദീപു സാർ ഇങ്ങനെ എല്ലാ കാര്യം ഇനീഷ്യേറ്റ് എടുക്കും സാറ്. അപ്പം അവരോടൊക്കെ പോയിട്ട് എനിക്ക് പറയണം, നിങ്ങൾക്കൊക്കെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ഇവിടെ വന്നിരുന്ന് ഫസ്റ്റ് സാറ് വന്ന് ഇവിടുന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അതാ വന്നത്, കോളേജിൽ പോയി ചെന്ന് എന്തായാലും ഇന്ന് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒത്തിരി 15ഓളം പേര് എന്നോട് ഇങ്ങോട്ട് വന്നു പറഞ്ഞു ഞങ്ങളും വരും. പിന്നെ 4 മോഡൽ എക്സാം ഉണ്ട്, അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് കുറേ പേര് വരാതെ നിന്നിട്ടുണ്ട്. എനിക്ക് ഒരു നഷ്ടവും തോന്നില്ല. ഇവിടെ ഇരുന്ന് ഓരോ സെക്കൻഡും എൻ്റെ ലൈഫിൽ വലിയ വിലപിടിപ്പുള്ള നിമിഷങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അത്യാവശ്യം സാറ് പറഞ്ഞ പോലെ അക്ഷരങ്ങളെയും കവിതകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തെക്കുറിച്ച് കുറേയധികം സ്വപ്നങ്ങളുണ്ട്, കുറേയധികം കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച പോലെ കുറേയധികം കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. കൂടുതലായിട്ട് ഞാൻ മാറാൻ ഉദ്ദേശിച്ചത് കാരണം സ്വപ്നങ്ങൾ നടക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ക്ലാസ്സിന് ശേഷം ഇവിടുന്ന് പോയാൽ പിന്നെ അടുത്ത സെക്കൻഡ് മുതൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഞാൻ 100% ആയിരിക്കുന്നു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. നല്ല ലക്ഷ്യമുണ്ട് എനിക്ക്, അവിടെ എന്തായാലും എത്തിച്ചേരുന്നു. ഞാൻ ഇപ്പം തീരുമാനിക്കാം. ഹാർഡ് വർക്ക് ചെയ്യാൻ പാടില്ല, സ്മാർട്ട് വർക്ക്. ഒരു ഫിഷ് ചെറിയ ഫിഷിനെ പിടിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ല, ഇങ്ങനെ ഇരിക്കും. ആണോ അല്ലയോ? സിംഹം അതിൻ്റെ ഇരയെ പിടിക്കുന്നത് ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. ഇങ്ങനെ ഇരിക്കും. ഒറ്റച്ചാട്ടത്തിൽ പിടിക്കും. ഒരു ചാട്ടത്തെ പിടിക്കാൻ പറ്റില്ല, പിന്നെ പിന്നാലെ കൊടുക്കില്ല, വേറെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ആരാ കാട്ടിലെ രാജാവ്? ആരാ പറഞ്ഞു?
ആര് പറഞ്ഞു? കുറെ കഥാകൃത്തുക്കൾ പറഞ്ഞുണ്ടാക്കിയത്. എന്തേ സിംഹത്തിനെക്കാട്ടുള്ള രാജാവാക്കാൻ കാരണം? സിംഹത്തിന്റെ നടപ്പ് അങ്ങനെയാണ്, മനസ്സിലായോ? ന ക്രിയഹോ നഹ സംസ്കാരഹോ. ഒരു ക്രിയയോ സംസ്കാരമോ വെച്ചിട്ട് സിംഹത്തിന്റെ മുകളില് പിന്നെ കിരീടൊക്കെ വെച്ചിട്ട് നീ നാളെ മുതൽ രാജാവാന്ന് ആരും പറഞ്ഞിട്ടില്ല. സിംഹസ്യ ക്രിയദേവനെ എന്ത് ചെയ്യാം? സ്വയമാർജിതമായിട്ടുള്ള കഴിവുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞു നടക്കും. സ്വയമേവ മൃഗേന്ദ്രജ, ഞാനാണ് രാജാവെന്ന് പറയും. അങ്ങനെ അല്ലാതെ ആരെങ്കിലും നിങ്ങൾ പറയുന്ന ധൈര്യത്തില് ഉടനെ തന്നെ കൊന്നുവിടും. മനസ്സിലായി? അപ്പൊ ആ കഴിവ് നമുക്കുണ്ടാവും. നമ്മുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ടതാണ്, അതാരും നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല. ഓക്കെ, അതുപോലെ സിംഹം അതിന്റെ ഇര പിടിക്കാൻ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്, പക്ഷെ അത് നല്ലപോലെ ഉപയോഗിക്കും. ഒരുപാട് ബുക്സ്, ഒരുപാട് ഉപനിഷത്തുകൾ എന്റെ വീട്ടിൽ എന്റെ ബുക്സ് എനിക്ക് കൊണ്ടു തരുന്നുണ്ട്. ഇതുപോലെ നോട്ട്സ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ചെറുതിലേ എൻ്റെ അടുത്ത് പറയുന്നതാണ്. ബുക്സ് പറഞ്ഞാൽ ഒരുപാട് വാല്യൂബിൾ ആയിട്ട് അത്രയും വലിയ ബുക്സ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല പോലെ യാത്ര ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും ട്രെയിൻ ലേറ്റ് ആയാൽ ഉടനെ നേരിട്ട് പഠിക്കും. സമയം പോകാൻ എളുപ്പമാണോ? ഗുണമുള്ള കാര്യമാണോ? അല്ലേ? ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടില്ല. അത്രയും ബുക്സ് ഒക്കെ ഉണ്ടായിട്ടും അത് വായിക്കാൻ നോക്കിയില്ല. എന്റെ വീട് 6ാം വീട്. അപ്പൊ അത് ആ ബുക്സ് ഒക്കെ എടുത്ത് വായിക്കണം. അത് ഞാൻ ഓർത്തത് എനിക്കറിയില്ല. തലശ്ശേരിയാണോ? അപ്പൊ അത് എടുത്ത് വായിക്കണം. ആ ഉപനിഷത്തും ആ ബുക്സ് ഒക്കെ എടുത്തിട്ട് അതിന്റെ അർത്ഥങ്ങളിലേക്ക് ചെല്ലണം. എനിക്കിഷ്ടമാണ് സാർ പറയുന്നത്. എന്റെ ബ്ലോഗാണ്. 64 ബ്ലോഗുകളുണ്ട്. അതിലൊരു ബ്ലോഗാണ് എൻജോയ് എക്സാം സ്റ്റഡി. അതിലൊരു 1-2 പോയിന്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. വേറൊരു ശ്ലോകങ്ങളുടെ ഒരു ബ്ലോഗാണ് റയർ ശ്ലോകാസ് ഡോക്ടർ ടി. നിത്യ ശ്ലോകാന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട്. കുറേ ബുക്സ് ഉണ്ട്, 10-20 ബുക്സ് ഉണ്ട്. അതിൽ ലൈഫ് ഓഫ് ലവ്, ലൈഫ് മെയ്ഡ് സിമ്പിൾ ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ബുക്സാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫുൾ ബുക്ക് വായിക്കണ്ട, ഏതെങ്കിലും ഒരു പേജ് എടുത്ത് വായിക്കാൻ പറ്റും. അങ്ങനത്തെ ബുക്കാണ്. വേറെ ഒന്നുള്ളത് മേക്കേഴ്സ് ഓഫ് ഇന്ത്യ, വേറൊന്ന് റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ. മറ്റൊരു ബുക്ക് എഡ്യൂക്കേഷനെ കുറിച്ചാണ്, പെഡഗോഗീസ് ആൻഡ് പ്രാക്ടീസസ് ഫോർ ഈ വെബ് നെറ്റ് ലേണിംഗ്, എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കാം. ഒരു ബുക്കാണ് റയർ ശ്ലോക, നിത്യ ശ്ലോക. അതിനകത്ത് ഓരോ ശ്ലോകങ്ങളുടെയും ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. സയന്റിഫിക്, ഫിലോസഫിക്കൽ, സോഷ്യൽ എക്സ്പ്ലനേഷൻസ്. ഇത് നമ്മൾ സ്വന്തം കണ്ടുപിടിച്ച് ഉണ്ടാക്കി എഴുതുന്നതാണ് ശ്ലോകങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ്. നേരത്തെ പറഞ്ഞു കരാഗ്രി വസതേ ലക്ഷ്മി, ഇങ്ങനെയാരും ചൊല്ലില്ല. കരാഗ്രി വസതേ ലക്ഷ്മി ഇങ്ങനെയല്ല ചൊല്ലട്ടെ. കയ്യിൽ കാശാണ്, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കാശാണ്. മനസ്സിലായി? ഇങ്ങനെ വെച്ചാൽ കാശാന്ന് പറയും. അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. പോയി എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ഒരുപാട് സർ ഓരോ വേർഡ്സിന്റെയും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും. ഏതാ വിഷയം പഠിക്കുന്നത്? ഞാൻ നെടുമേലി കോളേജിലെ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ. അപ്പോ അങ്ങനെ നമ്മള് അത് അർത്ഥം നീ എന്റെ പ്രോപ്പർട്ടി ആണോ? അല്ല, നമ്മള് പ്രോപ്പർട്ടി എന്ന വാക്കിൽ കെമിസ്ട്രി പഠിക്കും. അത് നോക്കാം. റൈറ്റ് യുവർ കമന്റ്സ്. വാട്സപ്പ് നമ്പർ ആണ് എന്റെ 944 74 37 948. 944 74 37 948. So you could WhatsApp your comments on the class. You can WhatsApp. I'll cut and paste it on Facebook. Otherwise you can put on Facebook. കഴിഞ്ഞ ഈ ഒരു മാസത്തെ 2016 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഒരു ആൽബമാണ്. And you will see from 2000 onwards all the albums. കുറേ പ്രൊഫൈൽസ് ഉണ്ട്. ഈ 2016 മുതലുള്ളത് ഈ പ്രൊഫൈലിൽ കാണുള്ളൂ. There are many profiles. You can see them. എൻ്റെ പേര് അമൃത. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയുന്നത്, ടീച്ചേഴ്സിനെ എനിക്കിഷ്ടമാണ്. പക്ഷേ ടീച്ചിങ് പ്രൊഫഷൻ എന്താണെന്ന് എപ്പോഴും പറയുന്നു, നിനക്ക് അതിന് പോയിക്കൂടെ പോയിക്കൂടെയാണ്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണ്, ഞാൻ ട്യൂഷൻ പോകുന്നില്ല. അപ്പം ട്യൂഷൻ സാർ എപ്പോഴും ചൂരൽ പിടിച്ചിട്ടായിരിക്കും മുന്നിൽ നിന്നത്. പിന്നെ ആ ട്യൂഷൻ നിർത്തിയതും
ട്യൂഷൻ നിർത്തിയോ? ഒരിക്കലും ട്യൂഷന് പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷമം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടോക്ക് ടു മീ ഫോർ 10 minutes. You will start loving themselves. അതാണ് എന്റെ കാര്യം. ഒരിക്കലും ട്യൂഷൻ കൊണ്ടൊരു കുട്ടികളെ നന്നായില്ല. Because you are going to listen the same thing 3 times. Boring. ഒരു പ്രാവശ്യം കേട്ടാൽ മതി ഇത് പഠിക്കാൻ വേണ്ടി. ആ കഴിവാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ എന്റെ നമ്പർ പറയുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്തോ. രണ്ടാമത് പറയേണ്ട കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ അപ്പൊ എഴുതിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവേണ്ട പറഞ്ഞത് ആ സ്വഭാവം നിങ്ങൾക്കുണ്ടാവും. ഞാൻ 8th കഷ്ടിച്ച് ആ ട്യൂഷൻ ക്ലാസ് പോയിരുന്നു. പിന്നെ നിർത്തി. അല്ല, ഞാനിപ്പോ 12th ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 8th സ്റ്റാൻഡേർഡാണ് തുടങ്ങിയത്. 8th എങ്ങനെയുള്ള അവിടെ ഇരുന്നു, ഡ്രോപ്പ് ചെയ്തു. പിന്നെയും അമ്മ നിർബന്ധിച്ചു, സാറ് വിളിച്ചു. അമ്മ ഒരു RD ഏജന്റ്. RD ഏജന്റ്. വീട്ടിൽ മഹാശല്യാണ്. അമ്മനെ കൊണ്ടോ? നിന്നെ കൊണ്ട് അമ്മക്ക് ശല്യമാകുമ്പോഴാണ് നീ ട്യൂഷന് പോയിട്ടോ പറയാം. കാരണം അത്രയും സമയം അമ്മ ഫ്രീ ആയല്ലോ. അങ്ങനെയാണ് ട്യൂഷൻ പരിപാടി തുടങ്ങിയത്. അങ്ങനെ അമ്മ ശല്യ പാവം. നീയോ? എപ്പോ? നല്ലതല്ല. അങ്ങനെയാണ് കേട്ടോ. നല്ല കുട്ടിയാണ്. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യണേ? ഒരു ഷോപ്പ് ഉണ്ട്, ബെഡ് ഗാർമെന്റ്സ് ഉണ്ട്. വീട്ടുകാരൊക്കെ ഞാൻ ഒറ്റ മകള. ഞാൻ അമ്മ. ധൈര്യത്തിലിരിക്കാം. പഠിച്ചില്ലെങ്കിൽ വീടായി. വീട് സ്വന്തല്ലേ? എവിടെ ശരിക്കുള്ള നാട്? അച്ഛൻ്റെ വീട് കൊടുവള്ളി, അമ്മയുടെ വീട് പേരാണ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഒരു റെന്റ് ഹോം. തിരുവങ്ങാട് അമ്പലം അറിയോ? ബാലസുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റിന് അറിയോ? നിങ്ങൾ അയാളോട് പോയിട്ട് എന്നെ അറിയില്ലേ? അല്ല, തിരുവങ്ങാട് അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് ചോദിക്കാൻ ശശികുമാറിനാണ്. അയാൾ പറയും എന്നെ അറിയാം. ഞാൻ കാരണം കുറേ പ്രാവശ്യം അവിടെ പോയിട്ട് പ്രഭാഷണം നടത്തി. അവിടെയുള്ള ഏതെങ്കിലും വയസ്സന്മാരോട് ചോദിക്കാം. ഗോപാലകൃഷ്ണനോട് ചോദിക്കാം. ഗോപാലകൃഷ്ണനോട് ചോദിക്കാം ശശികുമാറിന് അറിയോ? എനിക്ക് ശശികുമാറിന് അറിയോ? പിന്നെ സാറ് വീട്ടിൽ വിളിച്ചു. അങ്ങനെ ഞാൻ 9th സ്റ്റാൻഡേർഡ് പിന്നെയും പോയിരുന്നു. പിന്നെ സാർ അടിച്ചു, പിന്നെയും വീട്ടിൽ പോയിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള 10th ബോർഡ് എക്സാം ആയതുകൊണ്ട് ഇരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ജാനുവരിയിൽ ഡ്രോപ്പ് ചെയ്തു. എനിക്ക് തീരെ വയ്യ. അതുകൊണ്ടോ? പക്ഷെ ഇപ്പം ഞാൻ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. ആ ഏരിയ എന്നല്ല, കൂട്ടുകാരും കണ്ണൂരൊക്കെയുള്ള കുട്ടികളെ നല്ല അഭിപ്രായം പറയുള്ളൂ. പക്ഷെ ആ സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ 4:30 എണീക്കണം, ഇരുന്ന് പഠിക്കണം എന്നത്. ആകെ ഒറ്റ തവണ ഞാൻ ചെയ്തുള്ളൂ. അത് ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ മൈ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ഗോപിനാഥ് മുതുകാട് സാർ ജഡ്ജാണ്. അപ്പോൾ ഡെയിലി ഓരോരോ കഥ പറഞ്ഞുതരും. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, മക്കൾ ഇന്ന് കിടന്ന് ഉറങ്ങണം, നാളെ മനസ്സിൽ 5 മണിക്ക് എഴുന്നേക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം എങ്കിൽ എന്തായാലും എഴുന്നേക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു തവണ ചെയ്തു. പിറ്റേ ദിവസം സന്തോഷം എഴുന്നേക്കാൻ പറ്റിയിരുന്നു. എന്റെ ക്ലാസ്സുകൾ സാധാരണ ചിലപ്പോൾ 24 മണിക്കൂർ 48 മണിക്കൂർ പോവാം. ഒരാൾ ഉറങ്ങാം. വിശക്കാറില്ല. നിങ്ങൾക്ക് പറഞ്ഞു വിശക്കണം. ഇപ്പൊ സമയത്ത് 12:45. സാധാരണ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വയറൊക്കെ വിശക്കാൻ തുടങ്ങി ഇല്ലേ? എന്റെ മധ്യപ്രദേശ് വർക്ക് ചെയ്യാത്തത്. ഉത്തർപ്രദേശൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മധ്യപ്രദേശ് സ്റ്റോപ്പ് ആവും. ഇന്ന് മുതൽ ഒരു ആഗ്രഹമുണ്ട് രാവിലെ എണീച്ച് പഠിക്കണം. അങ്ങനെയല്ല വേണ്ട. ഒന്നും ഉറങ്ങില്ല. നിനക്കാവാം. നാളെ പരീക്ഷ? നാളെ ഇല്ല, ഇനി 17th അക്കൗണ്ടൻസി. വളരെ സിമ്പിൾ. ഞാൻ ആദ്യം BSc സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ട്യൂഷൻ എടുത്ത് തുടങ്ങിയത്. അന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സംശയം ചോദിക്കാൻ വരും, അത് പറഞ്ഞോളൂ. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ഏറ്റവും നല്ല വിഷയം. ചാർട്ടേഡ് അക്കൗണ്ടൻസി കമ്പൈൻഡ് ആയിട്ട് BCom പഠിക്കുന്ന സ്ഥലത്ത് പഠിക്കണം. വെറുതെ BCom പഠിക്കുന്നിടത്തല്ല.
CA പ്ലസ് BCom കമ്പൈൻ. BCom തീരുമ്പോഴത്തേക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി എഴുതണം. ഓക്കെ, ഇവിടെയാണ് മോഹന്റെ ഓഫീസ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി മോഹൻ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ എൻ്റെ അടുത്ത് വരും, വീട്ടിൽ വന്ന് താമസിക്കും. അവരുടെ മക്കളും ഒക്കെ എൻ്റെ അടുത്ത് വന്ന് താമസിക്കുന്നതാണ്. എൻ്റെ കൂടെ വന്ന് താമസിച്ച് അവരുടെ മക്കൾക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. മോഹന്റെ വീട്ടിലാണ് ഞാൻ വന്നാൽ കണ്ണൂർ താമസിക്കാനുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മോഹൻ. അടുത്ത കാലത്ത് ഒരു പ്രാവശ്യം ലാഡറിൽ നിന്ന് സ്കിഡായിട്ട് ബാക്ക് ബോൺ പൊട്ടിയിട്ട് 2 വർഷം ICU-ല്. ഇപ്പോഴും തിരിച്ചു വന്നു ആക്റ്റീവായിട്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റൊക്കെ ആവണമെങ്കിൽ നല്ലപോലെ ആർഗ്യൂ ചെയ്യാൻ പഠിക്കണം. അക്കൗണ്ട്സ് മാത്രം പഠിച്ചാൽ പോരാ, കൂടി പഠിക്കണം, ലോ കൂടി പഠിക്കണം, നല്ല വൊക്കാബുലറി വേണം. ഇപ്പോഴേ വായിച്ചു തുടങ്ങണം. ഈ വെക്കേഷനിലൊക്കെ നല്ലപോലെ ന്യൂസ് പേപ്പർ വായിക്കുക, ഇംഗ്ലീഷ് വൊക്കാബുലറി കൂട്ടുക. ലിസൺ ടു നൈസ് റേഡിയോ പ്രോഗ്രാംസ്, വൊക്കാബുലറി കൂട്ടാൻ പറ്റുന്ന സംഭവമാണ്. ഇംഗ്ലീഷ് പ്രോഗ്രാംസ് കേൾക്കുക. 1 മണിക്കൂർ TV കാണും, ഇംഗ്ലീഷ് പ്രോഗ്രാം. എന്നിട്ട് 2 പേജ് എഴുതുക. എന്താണ് കേട്ടത് എന്ന് എഴുതി അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോ TV കാണാനിരിക്കുമ്പോ എങ്ങനെ ഇരിക്കണം നിങ്ങൾ? ബുക്കും പേപ്പറും. ഐ ആം നോട്ട് ജോക്കിംഗ്. സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ ബുക്കും പേപ്പറും എടുത്ത് പോകാറുണ്ട്. കാരണം അതിനകത്തുള്ള എല്ലാ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് മൂവിയാണ് കാണുന്നത്. ഞാൻ എല്ലാ സിനിമയും കാണും. റവനന്റ് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്ത ദിവസം കുറേ ഓസ്കാർ കിട്ടിയതാണ്. സ്പോട്ട്ലൈറ്റ്. യു ടെൽ മി എനി മൂവി ഐ മസ്റ്റ് ഹാവ് സീൻ ദാറ്റ്. മലയാളം കുറവാണ്. നീരജ, പിന്നെ എയർലിഫ്റ്റ് എല്ലാം റിലീസ് ചെയ്ത ദിവസം തിയേറ്ററിൽ പോയി കാണിക്കും. നിങ്ങളുടെ പ്രായത്തിൽ 40 സിനിമ ആണ് ഞാൻ ഒരു മാസം. അന്ന് തിയേറ്റർ മാത്രമേ ഉള്ളൂ. ഐ എം ഇൻടു ഫിലിംസ്. ഫിലിമിന്റെ കഥകൾ എഴുതാറുണ്ട്, ക്രിറ്റിസൈസും ചെയ്യാറുണ്ട്. ഒമാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഫിലിം ഷൂട്ടിംഗ് ഇല്ല. അവിടെ ഫിലിം ഷൂട്ടിംഗ് തുടങ്ങിയത് എൻ്റെ സ്റ്റുഡൻസ് ആണ്. ഫിലിം ഷൂട്ടിംഗ് തുടങ്ങിയത്. ഐ ടോട്ട് ദം ഹൗ ടു മേക്ക് മൂവീസ്. അങ്ങനെയാണ് ഫിലിം തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ നിന്ന് 5 പേരാ പോയത്. അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, റസൂൽ പൂക്കുട്ടി, മേജർ രവി, ഡോക്ടർ ശശി. വി ഹാവ് ടു ബി, എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ വെറും വായന മാത്രം പോരാ. ട്യൂഷന് പോകുന്ന സമയത്ത് അത് മതിയാക്കി. ദോശ ഇടാൻ പഠിക്കുക, വീട് ക്ലീൻ ചെയ്യാൻ പഠിക്കുക, എല്ലാ പണിയും ചെയ്യാം. ഓക്കെ, മീൻ കഴിക്കില്ല ഇല്ല, ശ്വാസം മുട്ടരാ. എന്നെ കാണുമ്പോൾ അസുഖം പറയില്ല. ഞാൻ ആയുർവേദ വൈദ്യം. പട്ടഞ്ഞ് ശ്വാസം കിട്ടാണ്ട് ചാവുന്ന മീൻ കഴിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചോ. അടുത്ത ചോദ്യം എന്താ ചോദിച്ചത്? ശ്വാസം മുട്ടുണ്ടോ അല്ലേ? ശ്വാസം മുട്ടുള്ള ആള് മീൻ കഴിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ ശ്വാസം മുട്ട് വരുന്നവരെ കഴിക്കും. നിർത്താം, കാരണം എപ്പോഴെങ്കിലേ പറ്റുള്ളൂ. ശവം കഴിക്കുന്നത് അപ്പോഴേ പിന്നെ നിർത്താം. വെരി ബി എ ടീച്ചർ, വടി പിടിക്കാത്ത ടീച്ചർ. ട്യൂഷൻ അല്ല വേണ്ടത്, അവർക്ക് അറിയാത്തത് വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അതിനുള്ള ട്രിക്സ് പറഞ്ഞു. അതാണ് ഗുഡ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. എന്താ പേര് പറഞ്ഞു? അമൃത. അമൃത, അമൃത ഭാഷ. കാലമൊക്കെ പറഞ്ഞു വൈകിട്ടോ. ഹായ്, എൻ്റെ പേര് പ്രിൻസി. നീ ഹായ് എന്ന് പറഞ്ഞു, എന്നിട്ട് അവര് ബായ് എന്ന് പറഞ്ഞു. നമ്മള് നമസ്കാരം, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നോക്കുക അവരുടെ മോൻ. അപ്പൊ അവരൊന്നും പറയുന്നില്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസ് വേണ്ടേ? വേണ്ടിയോ? ഇനി ഹായ് എന്നല്ല പറയാ, പറയും. ഇപ്പൊ സമയത്ത് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നീ ഒരു കാര്യം, നീ ആദ്യം ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് അവരൊന്ന് പറഞ്ഞു എന്നിട്ടും ഗുഡ് ആഫ്റ്റർനൂൺ. റെസ്പോൺസ് വരുത്തണം. നമ്മൾ എങ്ങനെയാണോ പറയുന്നത് തിരിച്ച് അതുപോലെ റെസ്പോൺസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ചെറുകണ്ടോ? ഇങ്ങനെ പറയാൻ വരും മുതൽ, മനസ്സിലായോ? അപ്പൊ യു മേക്ക്, എന്തിനാ ഇത് പറയുന്നറിയോ? ഗെയിൻ അറ്റൻഷൻ എന്നാണ് ഇത് പറയുന്നതിനൊക്കെ റീസൺ ഉണ്ട്. വൈ ആർ യു സേയിങ് ഗുഡ് ആഫ്റ്റർനൂൺ ടു സംബഡി? ടു ഗെയിൻ അറ്റൻഷൻ. ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം പറയുന്ന ഒരു വാക്കാണ് എന്ത്? ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ അത് പറയുമ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ? നെക്സ്റ്റ് വേർഡ് ഈസ് ബേസ്ഡ്. എന്റെ പേര് ഇന്നതാണെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞാലോ ചിലപ്പോൾ പേര് മിസ്സാവും. ഗുഡ് ആഫ്റ്റർനൂൺ, ഐ ആം ശശികുമാർ എന്ന് പറയുമ്പോഴത്തേക്കോ എല്ലാവർക്കും പേരങ്ങൾ കിട്ടും. അതിനുവേണ്ടി എൻ്റെ പേര് പ്രിൻസി. ഞാൻ നിർമ്മലഗിരി കോളേജിലെ 2nd ഇയർ എക്കണോമിക്സ് സ്റ്റുഡൻ്റാ.
ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് തീരുമാനിച്ച് മെയിനായിട്ട് എന്താ പറയുക, നമ്മളെ റോളിനെ കുറിച്ച് സാറ് പറഞ്ഞു നമുക്ക് ഒരുപാട് റോളുണ്ട് എന്ന്. ആ റോളിലെല്ലാം 100% ആവുമെന്നാണ് ഞാൻ ഫസ്റ്റ് തീരുമാനിച്ചത്. അതിന് ഒരുപാട് സാറിൻ്റെ ക്ലാസ് ഒരുപാട് എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ നിന്നപ്പോൾ കുറേ ഞാൻ ഇന്നത് പറയണം, എനിക്ക് മനസ്സിലാകുന്നില്ല. നീ മെയിൻ ആയിട്ട് പറഞ്ഞു, പിന്നെ സബ്ബായിട്ട് അല്ലേ? ആദ്യം മെയിനും പിന്നെ സബ്ബും അല്ലേ? മെയിൻ പറഞ്ഞു എന്റെ റോളിലെല്ലാം 100% ആണെന്ന്. സബ് ഞാൻ രണ്ട് സബ്സെറ്റ്, ഒരു സബ് ടൈം ഞാൻ എല്ലാം മാറ്റി വെക്കുന്ന കൂട്ടത്തിലാണ്. ടൈം ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എല്ലാം പെട്ടെന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ടീച്ചിങ്. ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പോൾ അച്ഛമ്മ എന്നോട് ഒരുപാട് ടീച്ചിങ്ങിനെ പറ്റിയിട്ട് ഞാൻ ചെറുതായപ്പോൾ തൊട്ടേ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെയാ മോളെ, നീ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള. അപ്പോൾ തൊട്ടിട്ട് ടീച്ചിങ്ങിനോട് വലിയൊരു ഇഷ്ടമുള്ളതാ. അപ്പോൾ ഇന്ന് സാറിൻ്റെ ക്ലാസ് കേട്ടതും പിന്നെ സാറിനെ പറ്റിയിട്ട് അറിഞ്ഞതും സാർ പറഞ്ഞു ഒരുപാട് പ്രൊഫഷൻ ഒഴിവാക്കിയിട്ട് സാറ് ടീച്ചിങ്ങിലേക്ക് വന്നു. അതേപോലെ തന്നെ അച്ഛമ്മ പറഞ്ഞതും സാർ പറഞ്ഞതെല്ലാം വെച്ചിട്ട് എനിക്ക് നല്ലൊരു ടീച്ചർ ആവണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും ആയിരിക്കും. ഗുഡ്. എല്ലാവർക്കും ടീച്ചറാവും, പക്ഷെ നല്ല ടീച്ചറാവും. ടീച്ചറാവാൻ വളരെ എളുപ്പമാണ്. ഒരു പണിയും കിട്ടാത്താണ് ഞാൻ ടീച്ചറായില്ല. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ടീച്ചറാണെങ്കിൽ ഞാൻ ടീച്ചറാണ്. വി നീഡ് ലോട്ട് ഓഫ് ഗുഡ് ടീച്ചേഴ്സ്. ഞാൻ എല്ലാ വർഷവും 10 ദിവസം നോർത്ത് ഈസ്റ്റ് പോകും, അരുണാചൽ പ്രദേശ്. അവിടെ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികൾക്കൊന്നും നല്ല ടീച്ചേഴ്സ് ഇല്ല. ഇപ്പോൾ 1700 പിള്ളേർ ഒറ്റ ക്ലാസ്സിൽ ഇത്തിരി ക്ലാസ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ 10 ദിവസം. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർ കുറേ വിഷയം പഠിപ്പിക്കും. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ക്ലാസ്. ചില കുട്ടികളൊക്കെ തൊട്ടോട്ടെ വീട്ടിൽ പോയി പറയാനാ ഞാൻ സ്പേസ് ആയിട്ട് തൊട്ടു. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് തോന്നുന്നില്ല. അവരെ കണ്ടാലും അങ്ങനെയാണ്. ടിബറ്റ് വരെ കണ്ടു ഇങ്ങനെ അരുണാചൽ പ്രദേശുകാർക്ക് ചെറിയ കണ്ണുകളായി. എന്ത് ബുദ്ധിയാണെന്നറിയോ? പക്ഷെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ നല്ല ടീച്ചേഴ്സിന് വേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. ആസ് വളണ്ടിയർ ആഫ്റ്റർ ഇയർ, ഇപ്പം ഫൈനൽ ഇയർ ആണ്, സെക്കൻഡ് ഇയർ. ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടുള്ള കുട്ടികളോട് ആർക്കെങ്കിലും കുറച്ച് മാസം ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വി വിൽ സെൻഡ് യു ദം. അവിടുത്തെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ശമ്പളമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു. വീടൊന്നും വേണ്ട. പഠിപ്പിക്കാനുള്ള താല്പര്യവും പഠിപ്പിക്കാനുള്ള മനസ്സുണ്ടായാൽ വി നീഡ് ഗുഡ് ടീച്ചേഴ്സ്. സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് കാശുണ്ടാവും. ലോട്ട് ഓഫ് റിക്വയർമെന്റ്, നല്ല ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അതാണ് ബി എ ഗുഡ് ടീച്ചർ. എന്താ പേര് പറഞ്ഞാൽ? പ്രിൻസി ആണോ? ഒരു സബ് വിട്ടുവിട്ടാ പിന്നെ കാണുമ്പോൾ പറയാം. എൻ്റെ പേര് ജസ്ന സെബാസ്റ്റ്യൻ. ഞാൻ നിർമ്മലഗിരി കോളേജ് എക്കണോമിക്സ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഞാൻ മുമ്പ് ഇതുള്ള സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പാട്ട് ഒരിക്കൽ പാടിക്കോളാം. അപ്പം എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പം ഒരു വിറയുണ്ട്. എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് പേരെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നെർവസ് ആയി പോകും. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ആ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. മുമ്പൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന സമയത്ത് ബെല്ലടിക്കും, ടൈം ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബെല്ലടിക്കും. പക്ഷെ ആ ഒരു ബെല്ലടിച്ചിട്ട് പിന്നെ ഞാൻ ഫുൾ ബ്ലാങ്ക് ആണ്. എന്താ പറയേണ്ടതെന്നോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും ചിന്തയില്ല, ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇപ്പം എന്താന്ന് പറയുക, ഒരു ഭയങ്കര കംഫർട്ട് ഫീൽ. അധികം പറയുന്നുണ്ടല്ലോ ബെല്ലടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ല, എന്തുകൊണ്ടാണ് ബെല്ലടിക്കുന്ന അധികം പറയുന്നു? ഇത് പ്രസംഗല്ലേ? അധികം പ്രസംഗിക്കുന്നത് എന്താ പറയാ? അധികം പ്രസംഗിക്കുന്നത് അതല്ല, 1.5 മിനിറ്റ് സമയം തരുന്നെങ്കിൽ അത് 1 മിനിറ്റ് ആയി കഴിക്കുമ്പോൾ സമയം ബെല്ലടിക്കും. 1.5 മിനിറ്റ് പറയണ്ടേ? 1.5 മിനിറ്റ് അല്ല, 1 മിനിറ്റ് പറയണ്ടേ? 1 മിനിറ്റ് ആകുമ്പോൾ ബെല്ലടിക്കും.
അപ്പം അറിയാതെ സ്റ്റോപ്പ് ആയിപ്പോകും. അപ്പം ഇപ്പൊ ആ പ്രശ്നമല്ല. ഒരു കാര്യമില്ല, ഞാൻ സാധാരണ ഈ നല്ല തെലുങ്ക് സിനിമക്കൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം 2 പ്ലഗ് ഇട്ടിട്ട് എന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ തീരുമാനിക്കും, ഓക്കെ നാളെ തൊട്ട് ഇത് ചെയ്യണം. പക്ഷെ ഇത് ഗണപതി കല്യാണം എന്ന് പറയുന്നത് നാളെ നാളെ നീളെ ഇല്ലെങ്കിൽ ചെയ്യാന്ന് വെച്ചിട്ട് ഓക്കെ എന്തെങ്കിലും നോക്കും. പിന്നെ വിചാരിക്കും അയ്യോ ഇത് എനിക്ക് പറ്റൂല, എനിക്ക് പറ്റുന്ന പണിയല്ല. പറ്റുന്ന പണി എന്ന് വെച്ചാല് എനിക്കെല്ലാം പറ്റും, ശ്രമിച്ചാൽ പറ്റും. അങ്ങനെ പറ്റുന്ന ഏതെങ്കിലും ഒരു പണി കണ്ടുപിടിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന കാര്യത്തില് പിന്നെ പഠിക്കാൻ പറ്റും. എല്ലാരും പറയാനുണ്ടല്ലോ നന്നായിട്ട് നല്ല ഇതുണ്ട്, ബ്രില്യന്റ് ആണ്, യൂസ് ഉണ്ട്, ശ്രമിച്ച പറയുന്നവരൊക്കെ ബ്രില്യന്റ് ആണോ? നമുക്ക് ചോദിക്കാൻ പറ്റില്ല സർ. ഞാൻ ചെറുവാഞ്ചേരി. അവിടെ എത്ര ഉണ്ട് ബ്രില്യൻസ്? ബ്രില്യൻസ് എന്ന് വെച്ചാ അവിടെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് എന്താ പറയാ, അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അതാണ് ഇതൊക്കെ വെറുതെ പറയുന്നത്. There are 3 things to perform. പെർഫോം ചെയ്യണമെങ്കിൽ വേണ്ടത് P. പെർഫോമൻസ് ഈസ് ഈക്വൽ ടു A. ആറ്റിറ്റ്യൂഡ്, S. സ്കിൽ, O. ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്ന് പറയുന്നത്. നല്ല പോലെ നീന്താൻ താല്പര്യമുള്ള ഒരാള് നീന്തക്കുളം കണ്ടുപിടിക്കുകയോ കണ്ടുപിടിക്കും അല്ലേ? ഓപ്പർച്യൂണിറ്റി വീട്ടിന്റെ തൊട്ട് മുമ്പിൽ നീന്തക്കുളം ഉണ്ടായാലും താല്പര്യമില്ലാത്ത ഒരാള് എല്ലാ ദിവസം ഇങ്ങനെ കാണുന്നല്ലാണ്ട് അതിനകത്ത് കയറി ചാടും. നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിലോ ചാടും. അങ്ങനെ 2-3 പ്രാവശ്യം ചാടുമ്പോഴത്തേക്ക് നീന്തം പഠിക്കും. സോ യു ഗെറ്റ് യുവർ സ്കിൽ പ്രൊവൈഡഡ് യു ഹാവ് ആറ്റിറ്റ്യൂഡ്. യു വിൽ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡഡ് യു ഹാവ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡാണ് അത്യാവശ്യം. അത് വേണമെങ്കിൽ നല്ല സത്സംഗി വേണം, നല്ല ഗ്രൂപ്പ് വേണം. എന്റെ കൂടെയാണ് താൻ വിജയം, സ്വഭാവം മാറും. ആരുടെ? എന്റെ അല്ലെങ്കിൽ തന്നെ മാറുമില്ലയോ? അപ്പൊ നമ്മള് ആരുടെ കൂടെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നല്ലതും ചിത്തയാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കഥാപാത്രങ്ങൾ, ധർമ്മപുത്രരും ദുര്യോധനും. 2 ആളും ഒരേ സ്ഥലത്താ പഠിച്ചത്, ഒരേ ഗുരുവാ പഠിപ്പിച്ചത്, ഒരേ തറവാട്ടിലാ ജനിച്ചത്. ഒരാൾ നന്നായി, മറ്റേ ആൾ മോശമായി. എന്താ കാരണം? ഒരാളുടെ ഫ്രണ്ട് ആരായിരുന്നു? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നീ ശകുനി എന്ന് പറയേണ്ട പോലെ ഞാൻ ആരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവനവനൊക്കെ എന്താ ശകുനിയാക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ഒരാളുടെ ഫ്രണ്ട് ആരായിരുന്നു നീ ചോദിച്ച സമയത്ത് ഉടനെ എന്നെ ആരാക്കി? ദുര്യോധനാക്കി, അവള് ശകുനിയായി. ഈ സ്വഭാവത്തിന് പകരം ഞാൻ ഇങ്ങനെ പറയുമ്പോ കൃഷ്ണനായിരുന്നു എന്ന് പറയുമ്പോ ഞാൻ ആരാവും? ധർമ്മപുത്രരാവും, ഇയാള് കൃഷ്ണനുമാവും. അങ്ങനെ ആയിക്കൂടെയായിരുന്നു? അപ്പൊ ഒരാൾ നന്നായത് കൃഷ്ണൻ കൂടെ ഉള്ളതുകൊണ്ടാണ്, ഒരാൾ മോശമായത് അയാളുടെ കൂടെ ആരുണ്ടായിരുന്നോണ്ടാ? ശകുനുണ്ടായിരുന്നു. അപ്പൊ ആരുടെ കൂടെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവമാണ്. സോ ഏറ്റവും നല്ല ഗ്രൂപ്പ്, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ പെട്ട് കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ബിക്കം ബ്രില്യന്റ്. ഇഫ് യു ബിക്കം പാർട്ട് ഓഫ് എ ബാഡ് ഗ്രൂപ്പ് യു വിൽ ഓൾസോ ബിക്കം. അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഡൗട്ട് ഇല്ലാത്ത സമയത്തോ വിളിക്കുകയില്ല. അങ്ങനല്ല, ഡൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്റെ പേര് ആബിദ. ഞാൻ ABIDA ആബിദ, ആരാധന ചെയ്യുന്നവർ. വെരി ഗുഡ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിൽ നിന്ന് വരുന്നു. നീ നീലേശ്വരത്തിൽ എവിടെ പഠിക്കണേ? ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയിലെ ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. നീലേശ്വരത്തിൽ തലശ്ശേരി ഒന്നും അവിടെ ഇല്ല കോളേജുകൾ? അത് ഞാൻ അവിടെ എക്കണോമിക്സ് എടുക്കാൻ കാരണം പിന്നെ ബ്രണ്ണൻ കോളേജിൽ എക്കണോമിക്സ് കോമ്പിനേഷൻ ആയിട്ടുള്ളത് പൊളിറ്റിക്സ് ഹിസ്റ്ററി ആണ്. അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുള്ള നെഹ്റു കോളേജിലാണെങ്കിൽ കഴിഞ്ഞ മാസം അവിടെ ഉണ്ടായിരുന്നു നെഹ്റു കോളേജ്. എന്റെ പഴയ കോളേജ്, ഞാൻ അവിടെ പഠിച്ചിട്ട് അരമാസം. ഞാൻ BSc പഠിച്ചത് 3 കോളേജിലാണ്. നെഹ്റു കോളേജ്, കണ്ണൂർ SM കോളേജ്, പേറ്റൂർ കോളേജ്. MSc പഠിച്ച 2 സ്ഥലം. നല്ല കുട്ടികളുണ്ട് അവിടെ ഇവിടെയൊക്കെ ചാടും. നെഹ്റുവില് ബാങ്കിങ്ങും പിന്നെ മാത്തമാറ്റിക്കൽ ടൂൾസ് ഫോർ എക്കണോമിക്സ്. That is one of the best combination.
ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. Which one you don't like? Bank or math? എനിക്ക് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. Banking ഇഷ്ടമല്ല. ബാങ്കിങ് ഇഷ്ടമല്ല. മുസ്ലിം ബാങ്കിങ് ആയാലും ഇസ്ലാമിക് ബാങ്കിങ് മറ്റൊരു ബാങ്കിങ് ഉണ്ട് കേട്ടോ. കോഴിക്കോട് തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അക്കൗണ്ട്സ് അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമിയിൽ മുസ്ലിം ബാങ്കിങ് ആണ്. ഇസ്ലാമിക് ബാങ്കിങ് ആയിരുന്നു എന്റെ സബ്ജക്ട്. പൊളിറ്റിക്സ് ഇഷ്ടമാണ്, ഹിസ്റ്ററി ഇഷ്ടമാണ്, എക്കണോമിക്സ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ എക്കണോമിക്സ് ടീച്ചറെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതാണ് ഈ കുഴപ്പം. നമ്മുടെ സബ്ജക്ട് ഇഷ്ടമായതുകൊണ്ടല്ല നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം ആരെ ഇഷ്ടപ്പെടും? ടീച്ചർ ഇഷ്ടപ്പെടും. എനിക്ക് എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമായിരുന്നു, പക്ഷെ എക്കണോമിക്സ് ടീച്ചറെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഭംഗിയല്ല, ടീച്ചർ എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. ടീച്ചേഴ്സിന് ആദ്യം വേണ്ടത് എന്താ അറിയോ? കുട്ടികളെ സ്നേഹിക്കാൻ വേണ്ടി. ആ സ്നേഹമില്ലാത്ത ടീച്ചേഴ്സ് എന്ത് പഠിപ്പിച്ചെന്നാണ്. ഞാനിപ്പോ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം വേറെ തരത്തിലും പറയാം. പക്ഷെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളിൽ എത്താൻ കാരണം എന്താണെന്നറിയോ? ഞാൻ എന്റെ ഹാർട്ട് കൊണ്ടാണ് സംസാരിക്കുന്നത്. ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്. എവിടുന്നാ വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എവിടെ എത്തും? നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. മനസ്സിൽ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് മാത്സ് പഠിപ്പിക്കുമ്പോഴും അങ്ങനെയാണ്. കെമിസ്ട്രി പഠിപ്പിക്കുമ്പോഴും ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴും മാത്സ് പഠിപ്പിക്കുമ്പോഴും ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചാലും കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ചാലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ എവിടുന്ന പഠിപ്പിക്കുക? ഹൃദയം. ഇപ്പൊ നല്ല എക്കണോമിസ്റ്റ് ആണ്. എന്റെ മകൻ പഠിച്ച എക്കണോമിക്സ്, അവന്റെ തിസിസ് എന്ന് പറയുന്നത് സദാം ഹുസൈന്റെ എക്കണോമിക്സ് ആണ്. സദാം ഹുസൈന്റെ ഒരു രാജ്യം ഉണ്ടായിരുന്നു അല്ലേ, ഇറാഖിന്റെ ബഡ്ജറ്റാണ് എന്റെ മകന്റെ സ്പെഷ്യലൈസേഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറാഖിന്റെ ബഡ്ജറ്റ് പഠിച്ചിട്ടാണ് എന്റെ മകൻ. അവന്റെ ഇഷ്ടം എന്തുകൊണ്ട് ഇറാഖ് പതിച്ചുപോയി, എന്തുകൊണ്ട് നശിച്ചുപോയി, എങ്ങനെ വളരെ റിച്ച് ആയിരുന്ന ഒരു രാജ്യം ഒന്നും അല്ലാണ്ടായി. അടുത്ത കാലത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്, ഇറാഖാണ്. ഇപ്പൊ എക്കണോമിക്സിൽ കുറേ പഠിക്കാൻ പറ്റും. പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് തരത്തിലുള്ള എക്കണോമിക്സ്, ഒന്ന് കാശുണ്ടാക്കാനും ബിസിനസ്സും, അതാണ് കാര്യങ്ങൾ. ഇവിടെ എന്താണ്? ബേസിക് സ്ട്രക്ചർ, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാം. അതുകൊണ്ടാണ് ഹിസ്റ്ററിയും പൊളിറ്റിക്സും എക്കണോമിക്സും. മനസ്സിലായ വ്യത്യാസം? ഈ വ്യത്യാസം മനസ്സിലാക്കണം. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് നല്ലതാണ് ഉത്തരം പറയുന്നത്. അത് പറയാൻ വേണ്ടി എത്രയും പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്സ് ആണ് ഇഷ്ടം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്കണോമിക്സ് ഇഷ്ടമുള്ള ആളാണ് എവിടെ പഠിക്കുക കാര്യങ്ങൾ. അപ്പൊ ഞാൻ ആ ഒരു കാരണം കൊണ്ടാണ് ബ്രണ്ണൻ കോളേജിൽ പോയത്. അപ്പോൾ സാർ ഇവിടെ നേരത്തെ ചോദിച്ചതിൽ എന്നെ വളരെയധികം പിടിച്ചുറച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഒരു നല്ല സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എത്ര പെർസെന്റേജ് മാർക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന ടൈമിലായിരുന്നെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിച്ചതെങ്കിൽ ഞാൻ പറയുമായിരുന്നു 200 അല്ലെങ്കിൽ 300% മാർക്ക് ഞാൻ കൊടുക്കുന്നു. കാരണം വളരെ ആത്മാർത്ഥതയോടെ പഠിച്ചൊരു കുട്ടിയായിരുന്നു ഞാൻ. പ്ലസ് ടുവിൽ എൻ്റെ കോമ്പിനേഷൻ പിന്നെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. GHSS ചായോട്ട്. പ്ലസ് ടുവിലെ ഹ്യൂമാനിറ്റീസിലെ ഡിസ്ട്രിക്ട് ടോപ്പർ ആയിരുന്നു ഞാൻ, ഹ്യൂമാനിറ്റീസിലെ. അപ്പോൾ പിന്നെ ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രി റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ റിസൾട്ട് വരാനുണ്ട്. വന്നാൽ എനിക്ക് ഉറപ്പുണ്ട് എക്കണോമിക്സ് സബ്ജക്റ്റിലെ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറവുണ്ടാവുക എനിക്ക്. നന്നായിട്ട് പഠിക്കണം, നല്ല പോലെ മാർക്ക് പഠിക്കണം, എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് കൊടുക്കണം. മാർക്ക് പാസ്സായിട്ടെങ്കിലും നല്ല വിവരം ഉണ്ടാവും. നല്ല വിവരം ഉണ്ടാവുമ്പോൾ നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക് കിട്ടിയാൽ നല്ല വിവരം ഉണ്ടാവണമെന്നില്ല. വ്യത്യാസം മനസ്സിലായി? എൻ്റെ മകൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, ടോണി. ടോട്ടലി ബ്ലൈൻഡ് ആണ്, ഫുൾ ബ്ലൈൻഡ്. എക്കണോമിക്സ് ആണ്. അപ്പോൾ പറയും എൻ്റെ അടുത്ത് ഓണത്തിനൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഹൈദരാബാദിൽ വന്നിട്ടാണ് പൂനെയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ട് വെക്കേഷന് എൻ്റെ കൂടെ ഒന്ന് താമസിക്കും. എൻ്റെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും. ഓണത്തിൻ്റെ സമയത്ത് ടോണി വിട്ടു പോകുന്നതിന് പകരം ഹൈദരാബാദ്, കേരളത്തിൽ ആലുവയിലാണ്, പൂനെയിൽ നിന്നും ആലുവയിൽ വരുന്നതിനും പൂനെയിൽ നിന്നും ഹൈദരാബാദിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കും. അവരോട് എക്കണോമിക്സ് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഹൃത്തുണ്ട്. കാരണം ശരിക്കും അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ മകൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവനായിരുന്നു. എല്ലാ എക്സാമിനേഷനും അവനാണ് ഫസ്റ്റ്. ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള പയ്യനാണ്, എല്ലാ എക്സാമിനേഷനും ഫസ്റ്റ്. എന്തുകൊണ്ടറിയും? എല്ലാം റെക്കോർഡ് ചെയ്യും, കേൾക്കും, ആലോചിക്കും. അവനോട് എന്തിനാ എക്കണോമിക്സ് പഠിക്കുന്നു പറഞ്ഞാൽ അവന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ MPhil ചെയ്യാം, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, കുറച്ചു കാലം വർക്ക് ചെയ്തു, ഇപ്പൊ കൽക്കട്ടയിൽ MPhil ചെയ്യാം. ആൻഡ് ഈസ് ഗോയിങ് ടു ബി എ പ്രൊഫസർ. ക്രൈസ്റ്റിലാണ് പഠിച്ചത് എക്കണോമിക്സ്. ഇപ്പൊ താൻ ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ
ടാറ്റ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് പോകണം, അല്ലെങ്കിൽ JNU പോകണം. JNU സമരമൊക്കെ വിട്ടേക്ക്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്നും പാരലലി യു ക്യാൻ ട്രൈ ഫോർ IAS. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഞാൻ ബ്രണ്ണൻ കോളേജിൽ എക്കണോമിക്സ് പഠിക്കാൻ പോയി. അതിനുശേഷം ആക്ച്വലി എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ മനസ്സിൽ കണ്ട ഒരു കോഴ്സ് അല്ല അത്. എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി എന്നുള്ളൊരു ഫസ്റ്റ് ഇയർ ആണ്. വിടാനുള്ള പ്ലാൻ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല സർ, ഞാൻ അവിടെ എത്തിയപ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹിസ്റ്ററി പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ് എടുത്തത്. പക്ഷേ എന്റെ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണ്. സിലബസ് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സിലബസ് ആണ്. അപ്പോ പിന്നെ എൻട്രൻസ് എക്സാം എഴുതിട്ട് യു മസ്റ്റ് ഗോ ടു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് പൂനെ സിംബയോസിസിലാണ് എന്റെ മകൻ പഠിച്ചത്. അവിടെ BSc എക്കണോമിക്സ് ആണ്. അല്ല, ആക്ച്വലി എനിക്കിപ്പോ മനസ്സിലായത് എന്താന്ന് വെച്ചാല് എക്കണോമിക്സ് അല്ല എന്റെ ഏരിയ. എനിക്ക് പൊളിറ്റിക്സ് ആണ് ഇഷ്ടം. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. BA പൊളിറ്റിക്സ് പലയിടത്തുണ്ട്. ഞാൻ മിക്കവാറും ഈ വർഷം ഞാൻ കുറെ എൻട്രൻസ് എക്സാംസ് എഴുതുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് എക്കണോമിക്സിലെ കുറച്ച് സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് അല്ല, മീൻസ് നമുക്ക് ചിന്തിക്കാൻ അവസരങ്ങൾ കിട്ടുന്നില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പഠിക്കുമ്പോൾ. സിലബസും ടീച്ചേഴ്സും ഒന്നല്ല നമ്മൾ തീരുമാനിക്കും. എന്റെ എക്കണോമിക്സ് ചിന്തിപ്പിക്കണം. ഒറ്റ ദിവസം എന്റെ കൂടെ നീ എക്കണോമിക്സ്. എനിക്ക് കുറച്ച് ഗ്രാഫ് അത് ഇങ്ങനെ ലിമിറ്റഡ് ആയി പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാത്സ് ഇഷ്ടമല്ല. അതാണ് എന്റെ സംഭവം. പക്ഷെ എനിക്ക് മാത്സിന് മാർക്ക് എടുക്കാൻ പറ്റും. മാത്സ് വളരെ സിമ്പിൾ ആണ്. എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ മാത്സ് വേണം. അത് ഇഷ്ടമല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ പൊളിറ്റിക്സ് മതി എന്നൊക്കെ പറയുന്നത്. അല്ല, എനിക്ക് ഇവിടെ പൊളിറ്റിക്സും ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ബ്രണ്ണൻ കോളേജിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് സെക്യുലറിസത്തെ കുറിച്ച് കേരളത്തിൽ ആദ്യമായി ഡിസ്കസ് ചെയ്തത് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിലാണെന്ന് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കേട്ടിട്ടാണ് ഞാൻ ബ്രണ്ണൻ കോളേജിലേക്ക് വന്നത്. അതായത് എനിക്ക് കുറെ ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പോവാത്ത, കേരളത്തിൽ 300 കോളേജിൽ പോയിട്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പോവാത്തൊരു കോളേജാണ് ബ്രണ്ണൻ കോളേജ്. എന്റെ തൊട്ടപ്പുറത്ത് പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സെന്ററിൽ ആന്ത്രോപോളജിയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, മാനേജ്മെന്റിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, എക്കണോമിക്സിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ഇപ്പുറത്തെ ഒരു ദിവസം വിളിക്കാൻ എക്കണോമിക്സ് പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഇഷ്ടം ഒരുപാട് ഡിബേറ്റ്സ്, കുറെ ഡിസ്കഷൻസ്, അങ്ങനെയൊക്കെയുള്ള ആക്റ്റീവായ ക്ലാസ് റൂംസ് ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒരുമാതിരി അടച്ചിട്ടപ്പെട്ട ഒരു ഫീലിംഗ് ക്ലാസ്. കോളേജൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ജനലിനൊന്നും കമ്പ്ലീറ്റ് ആയിരുന്നു, തുറന്ന ജനലുകളായിരുന്നു. അപ്പൊ അവിടെ ഒരു മെറിറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാനൊരു ദിവസം ചോദിച്ചാൽ ഒരു ആടിനെ പിടിച്ചിട്ട് അതിനകത്ത് എന്നിട്ട് പണ്ടത്തെ പാട്ട് പാടും. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ആട് അവിടെ ഇവിടെ ഓടാൻ തുടങ്ങിയ പിള്ളേരൊക്കെ ഓടി. മേരി ടീച്ചർ അപ്പോഴേ പറഞ്ഞിട്ട് ശശികുമാറിന്റെ പണി. ക്ലാസ്സുകളൊക്കെ അങ്ങനെയാവും വേണ്ടേ? ഇതുപോലെ അപ്പൊ എനിക്ക് ആക്ച്വലി അങ്ങനെ കോഴ്സ് ഇഷ്ടമില്ലാത്ത അങ്ങനെ പഠിക്കുന്നതിന്റെ ഒരു ഡിപ്രഷൻ നല്ലോണം ഉണ്ട്. ഏത് സംഭവവും എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള നിലയിലേക്ക് മാറുന്ന ഒരു സ്റ്റുഡന്റ് ആവണ്ടേ? അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. നീ പൊളിറ്റിക്സ് പഠിച്ചാലും നാളെ ഗ്രാഫ് വരേണ്ടി വരും. ഞാൻ നിങ്ങളോട് ആദ്യം പറയും, നിങ്ങൾ ഏത് വിഷയം പഠിച്ചാലും മാസ്റ്റേഴ്സ് കഴിഞ്ഞ് MPhil പഠിക്കാൻ പോയി അവിടെ ഒരു പേപ്പർ ഉണ്ട്, റിസർച്ച് മെത്തഡോളജി. സേക്രഡ് ഹാർട്സ് കോളേജ് അടുത്ത കാലത്ത് ഫിസിക്സിൽ MPhil ചെയ്യുന്ന കുട്ടികൾ, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് MPhil. അതിൽ ചെയ്യുന്ന സമയത്ത് റിസർച്ച് മെത്തഡോളജി പഠിപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കസിൻ ബ്രദറാണ് അവിടുത്തെ കോർഡിനേറ്റർ, ഞാനവിടെ പോയി പഠിപ്പിക്കും. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടെ എക്കണോമിക്സും പിന്നെ കൊമേഴ്സും പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുണ്ട്. അവർ പറഞ്ഞു, സാർ എന്താ പഠിപ്പിക്കുന്നത്? അപ്പം റിസർച്ച് മെത്തഡോളജിയാണ് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സിലബസ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. 2 സിലബസും നോക്കുന്ന സമയത്ത് ഫിസിക്സും എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ നോക്കിയാൽ 3 ചാപ്റ്റേഴ്സോളം കോമൺ ആണ്. ഫിസിക്സുകാർ പഠിക്കേണ്ടത് തന്നെയാണ് എക്കണോമിക്സുകാരും കൊമേഴ്സുകാരും പഠിക്കേണ്ടത്. ഇതൊക്കെ മാത്തമാറ്റിക്സ്. സോ യു ഹാവ് നോ എസ്കേപ്പ്. BA വരെ പഠിക്കാൻ കുഴപ്പമില്ല. MA പഠിക്കുമ്പോഴും കുറച്ചൊക്കെ മാത്സ് ഇല്ലാണ്ട് രക്ഷപ്പെടാം. MPhil PhD ഒക്കെ പോകണമെങ്കിൽ SPSS കൊണ്ടൊരു സോഫ്റ്റ്വെയർ പഠിപ്പിച്ചതാണ്. എനിക്ക് തോന്നുന്നില്ല കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ അത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും മാഷന്മാരാണ്.
സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ് എന്നാണ്. SPSS ഫുൾ ഫോം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ്. അതില്ലാതെ നിങ്ങൾക്ക് PhD ചെയ്യാൻ പറ്റില്ല. എക്കണോമിക്സിലായാലും ഹിസ്റ്ററിയിലായാലും കൊമേഴ്സിലായാലും ഏത് സോഷ്യൽ സയൻസസിൽ പോകണമെങ്കിലും SPSS പഠിക്കണം. SPSS എന്ന് പറയുന്നത് ഫുൾ ഗ്രാഫുകളാണ്. ഈ ഗ്രാഫിനെ കണ്ടുപിടിക്കുന്നു. ഗ്രാഫിനെ കണ്ട് പഠിക്കുന്നല്ല, ഞാൻ ആദ്യം വന്ന ഉടനെ തന്നെ കുറച്ച് പഠിക്കുമ്പോ തന്നെ ഇത് എന്റെ ഏരിയ അല്ല, ആ ഒരു ചിന്ത മനസ്സിൽ വന്നു പോയി. അതായിരുന്നു എന്റെ അടുത്ത പ്രശ്നം. പരീക്ഷ എപ്പോഴാണ്? അടുത്ത പരീക്ഷ മെയിലാണ്. മെയിലാണ്. അതിൽ എത്ര മാർക്ക് വേണം? എനിക്ക് ടോപ്പറാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ. ആഗ്രഹമുണ്ടോ? സർ എന്റെ പ്രശ്നം ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പഠിച്ചിരുന്നില്ല. Don't worry, you spend some time. 1 week you will become the topper. അതാണ് എന്റെ കാര്യം. ഞാനിവിടെ അക്കൗണ്ട്സ് ചേർന്നതിന് ശേഷം ആദ്യത്തെ 2 ആഴ്ച മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തീരുമാനിക്കാൻ താൻ മാറണോ വേണ്ടയോ. ലാസ്റ്റ് ഒരു ചാൻസ് എടുത്തു അല്ലേ? ഏതായാലും ചേർന്നില്ലേ, ഇനി ഒന്ന് ആലോചിക്കാം എനിക്ക് തീർക്കാൻ പറ്റുമോ നോക്കാതെ. ഒളിച്ചോടാൻ പാടില്ല. ഐ സപ്പോർട്ട് ബോത്ത്. പോണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പോവാം, അല്ലെങ്കിൽ പോണ്ട. എനിക്ക് രണ്ടിന്റെ ഒരു ഇടയിലൊരു സംശയം ഉണ്ട്, ആണോ അല്ലയോ? അല്ലേ? എന്തുകൊണ്ടറിയോ? അല്ല, ഒരു വർഷം പോവില്ലേ എന്നുള്ളത്. ഒരു വർഷം പോയാലും വലിയ കുഴപ്പമില്ല. ഇപ്പം നേരത്തെ പോയി പഠിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യേണ്ടത്? വേഗം പഠിച്ച് പാസ്സാവുക, അത് കഴിഞ്ഞ് വേഗം വിവാഹം കഴിക്കുക. നേരത്തെ സമയം കളയണ്ട വെച്ചാൽ 10 കുട്ടികളെ നേരത്തെ ഉണ്ടാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് സമയം കളയണ്ട വെച്ചാൽ അയാളെ ഡൈവേഴ്സ് ചെയ്യുക, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക. ഇപ്പൊ ഈ കുറച്ചും കൂടി വയസ്സായിട്ട് ഇയാളെ ഇഷ്ടമല്ലാണ്ടിരുന്നാലോ? വേറെ ആളെ കിട്ടൂലല്ലോ. അപ്പൊ വേഗം ഡൈവേഴ്സ് ചെയ്യുക, എന്നിട്ട് വേഗം ചത്തു എന്നുള്ള കാര്യം. ഇതിന് ഈ തിരക്ക് 10-120 കൊല്ലമില്ലേ ജീവിതത്തിൽ? ഞാൻ 2053 നവംബർ 13-ാം തീയതി മരിക്കും. 89 വയസ്സ് 41 ദിവസം ഉണ്ട് എനിക്ക് ജീവിതം. ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞു ജീവിതത്തിൽ. 25 വയസ്സ് വരെ പഠിച്ചു, 25 വർഷം വർക്ക് ചെയ്തു, 20 വർഷം വർക്ക് ചെയ്തു ഗവൺമെന്റിൽ, പിന്നെ ഒരു 5 വർഷം അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തു. മതിയില്ലേ? അപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിക്കും എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ആസ്വദിച്ച് പഠിക്കണം എന്ന് തീരുമാനിച്ചാല് പഠിക്കാൻ പറ്റും. എനിക്ക് പറ്റും. സാധാരണ പറയാറുണ്ട്, എ ജീനിയസ് is one who loves everything and a fool is one who doesn't love it, and he will pretend that he loves something. അത് ഇഷ്ടാന്നൊക്കെ തോന്നും കുറച്ചേ, എന്നിട്ട് അപ്പുറത്തേക്ക് ചാടും. അവിടെ നോക്കും, ഇതൊന്നും ശരിയില്ല, ഒന്നും ശരിയില്ല, ആകെ ഒരു ശരിയുള്ളൂ, അത് ഞാനാണ്, ബാക്കി ലോകം ആകെ തെറ്റാണെന്ന് പറയുന്ന കുറെ ആൾക്കാർ. എന്നിട്ടൊരു പാട്ടും പാടും, എന്ത് ഇനി വരുന്നൊരു അടിച്ചു കൊടുത്തിരുത്തില്ല ഞാൻ. ഏതോ ഒരാൾ പാടിണ്ട്, ഇനി വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത്ര മോശമാണോ ഈ ലോകം? ആണോ? സസ്യശ്യാമള എന്ന് പാടിയ ഒരാളും ഈ പാടിയ ഒരാളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആണോ അല്ലയോ? ഭാരതം പോലൊരു രാജ്യം ലോകത്തുണ്ടോ എന്ന് പറയാം. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതീക്ഷിതം. ഇത് നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ്. എന്തും പഠിക്കാം അല്ലെ? ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചേരേണ്ട ഒരു കോഴ്സ് ഉണ്ട്. എല്ലാ ഗ്രാജുവേറ്റ്സും പോയിട്ട് വെറുതെ എഡെക്സ് എന്ന് പറയുന്ന ഒരു ഇത് നോക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്കീംസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്. യു ക്യാൻ രജിസ്റ്റർ ഫോർ എ കോഴ്സ് ആൻഡ് ദെൻ ഗെറ്റ് എ ഡിഗ്രി പാരലൽ. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ MIT എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ യു ക്യാൻ ജോയിൻ ദർ, ഗെറ്റ് എ ഡിഗ്രി ഫ്രം MIT. വൺ സർട്ടിഫിക്കറ്റ്. ഐ ആം നോട്ട് സെയിങ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി വാലിഡ് അല്ല. ഗെറ്റ് കോഴ്സസ്. ഒരു 10 കോഴ്സ് ചെയ്താട്ടെ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തേക്കും ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും കഴിഞ്ഞു. അതിന്റെ കൂടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും. എന്നിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിലൊക്കെ കൊണ്ടുവച്ചാട്ടെ, നിർബന്ധമായിട്ടും അവർ നിങ്ങൾക്ക് സീറ്റ് തരും. എബ്രോഡിൽ യു ക്യാൻ ഗോ വിത്ത് ഫുൾ ഇത് സ്റ്റൈപ്പൻഡ്. എന്റെ മകൻ ഇപ്പം PhD ചെയ്യുന്നു. 80 lakhs rupees ആണ് അവന് കിട്ടിയിരിക്കുന്ന ഫെലോഷിപ്പ്. 3 years പോരെ. അതിലൊരു കൊല്ലം കേരളത്തിൽ സ്പെൻഡ് ചെയ്യാം. വീട്ടിലിരുന്നാലും കിട്ടും 20 ലക്ഷം. I've got a nephew who got 1.5 crores fellowship. നാനോ ടെക്നോളജി പഠിക്കാൻ. You are a good student for higher studies, you get lot of money. മനസ്സിലാവുന്നു? മാസ്റ്റേഴ്സ് കഴിയുന്ന സമയത്തേക്ക് യു പാസ് നെറ്റ് 20,000 rupees ഫെലോഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം, PhD ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും വേണമെങ്കിൽ. നിങ്ങൾ ചെറിയ കുട്ടികൾ ഐസർ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ പാസ്സാകും. ഇഫ് യു ഡോണ്ട് ജോയിൻ ഇൻ ഐസർ ഓൾസോ യു ഗെറ്റ് ഫെലോഷിപ്പ്. കണ്ണൂർ കോളേജിൽ ചേർന്നാലും നിങ്ങൾക്ക് മന്ത്ലി പൈസ കിട്ടും.
So you can get a lot of money. Government is paying money if you are a brilliant student. ഏത് സബ്ജക്റ്റിലായാലും. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ബിടെക് കഴിഞ്ഞു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എനിക്ക് ഇലക്ട്രോണിക്സ് ഒന്നും ഇഷ്ടമല്ല, എനിക്ക് വൈൽഡ് ലൈഫാണ് ഇഷ്ടം, ആനയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ആനയെ കുറിച്ച് പഠിക്കണം. എല്ലാ ബന്ധുക്കളും പറഞ്ഞു യു കനോട്ട്. അവൾ എൻ്റെ അടുത്ത് തോന്നി നമുക്ക് സാറില്ല നീ പഠിക്കും. നേരെ ഡെറാഡൂണിൽ പോയി. ഡെറാഡൂണിൽ പോയിട്ടൊരു NGO-ന്റെ കീഴിൽ വർക്ക് ചെയ്തു, വൈൽഡ് ലൈഫിന്റെ പ്രോജക്റ്റ്. അത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, ലൈഫ് സയൻസിൽ വൈൽഡ് ലൈഫ് സ്പെഷ്യലൈസേഷൻ. ആ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ 22,000 റുപ്പീസ് സ്റ്റൈപ്പൻഡോട് കൂടി IASC-ൽ പിന്നെ മാസ്റ്റേഴ്സ് ചെയ്തു. ഗവൺമെന്റ് നിങ്ങൾക്ക് ഏത് വിഷയം എപ്പോൾ ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾക്ക് മാറാം. മനസ്സിലെ മാത്തമാറ്റിക്സ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ തോന്നുന്നു. Then why am I here? I'll make you to love maths. മനസ്സിലായി? Don't. ഒന്നുമില്ലെങ്കിൽ നീ നീലേശ്വരത്തെ. നീലേശ്വരം ഞാനായിട്ട് നല്ല ബന്ധമുണ്ട്. എന്റെ ബ്രദർ കല്യാണം കഴിച്ചത് നീലേശ്വരത്താണ്. എന്റെ പഴയ മാത്തമാറ്റിക്സ് പ്രൊഫസർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് നീലേശ്വരത്താണ്. കാഞ്ഞങ്ങാടാണ് ഞാൻ പഠിച്ചത്. ഞാൻ യോഗ പഠിച്ചത് നീലേശ്വരത്താണ്. ആനന്ദാശ്രമം അല്ലേ? കാഞ്ഞങ്ങാട് നീലേശ്വരത്തിനിടെ അവിടെയാണ് ഞാൻ 81, 84 നിങ്ങളുടെ പ്രായത്തിൽ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് യോഗാസനം പഠിച്ചിട്ടുണ്ട്. And I was a graduate, I started learning my yoga. അതുകൊണ്ടാണ് ഇപ്പൊ സ്പിരിച്വൽ. ഐ എം എ മെഡിറ്റേഷൻ മാസ്റ്റർ ഫ്രം ഹിമാലയസ്. മെഡിറ്റേഷൻ പഠിച്ചതുകൊണ്ട് യോഗ പഠിച്ചതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 8ാമത്തെ സ്റ്റെപ്പ് പഠിച്ചത് ഋഷികേശിൽ പോയിട്ട്. ഇത് പഠിച്ചതുകൊണ്ടാണ് അവിടെ പോകാൻ പറ്റുന്നത്, ഹയർ സ്റ്റഡീസ്. അപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത്, ഒരു സബ്ജക്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം എന്തുകൊണ്ട് അതിന് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചുകൂടാ? കാരണം ഞാൻ +2-ല് പഠിച്ച അതേ സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ആ ടീച്ചർ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റിനോട് അതായിരിക്കും. കുറച്ച് വലുതാകുന്ന സമയത്ത് ടീച്ചേഴ്സിന് വരാൻ ബുക്ക് പഠിക്കും, നല്ല ബുക്സ് പഠിച്ചു. അപ്പൊ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് മാർക്ക് എടുക്കാൻ പറ്റും, ഷുവറാണ്. ഇനി ഈ സബ്ജക്റ്റിനെ സ്നേഹിക്കണം എന്ന് കരുതിയാൽ സ്നേഹിക്കാനും പറ്റും. ആ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ തോന്നൽ ഉണ്ടാവാൻ സാറിന്റെ ഇന്നത്തെ ക്ലാസ് കാരണമായി. പിന്നെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം ഈ ഒരു വർഷം എനിക്ക് പറ്റിയ കോഴ്സല്ല എന്ന് പറഞ്ഞ് ഫുള്ള് ഡിപ്രഷൻ ആയിരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. +2-ല് ഞാൻ 2 പ്രാവശ്യം ജില്ലാ തലത്തില് പ്രസംഗ മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. കവിതാ രചനക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഫസ്റ്റ് ആയിരുന്നു. അപ്പോ ഞാൻ ഇപ്രാവശ്യം കോളേജില് കവിതാ രചനക്ക് കൂടിയിട്ടില്ല, പ്രസംഗ മത്സരത്തിന് കൂടിയിട്ടില്ല. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലും എന്നൊരു പേര്. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലും കേട്ടിട്ടാൻ സാധ്യത. ഞാൻ എഴുതിയതാണ്, മഹാരോഗം. വാക്കിനോളം തൂക്കമില്ലി എന്റെ ഒരു കവിത ഇല്ലാണ്. Millions of sperms from the father get into the mother's egg and only one sperm take birth, and that's me. Millions of sperms from the father get into the mother's egg and only one sperm take birth, and that's me. കോടാനുകോടി ബീജങ്ങൾ അമ്മയുടെ അണ്ടത്തിൽ പോകുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു കുട്ടിയാണ് ഞാൻ. Millions of my unborn brothers and sisters, I raised them to take birth. ഞാൻ എങ്ങനെയാ ജന്മം കിട്ടിയത്? Millions of my unborn brothers and sisters-നെ റേസ് ചെയ്ത് തോപ്പിച്ചിട്ടാണ് എനിക്ക് ജന്മം കിട്ടിയത്. എന്റെ കോടാനുകോടി ജനിക്കാതെ പോയ സഹോദരി സഹോദരന്മാരുമായി മല്ലിട്ടിട്ടാണ് എനിക്ക് ജന്മം കിട്ടിയത്. I am great. Race for birth എന്നാണ് കവിതയുടെ പേര്. മത്സരം എന്നാണ് മലയാളത്തിൽ. All of you raise your hand. Take it back and say well done. നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയണം I am great. പറയണോ വേണ്ടയോ? ഈ എല്ലാ സ്പെയർ പാർട്ടും വർക്ക് ചെയ്യുന്നില്ലേ? എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് എന്റെ മൂക്ക് ശരിയില്ല, എന്റെ ചെവി ശരിയില്ല, എന്റെ താടി ശരിയില്ല. ഞാൻ 30 വർഷമായി ബാർബർ എടുത്ത് പോയിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യും, വെറുതെ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യും. നല്ല കുഴപ്പമുണ്ടായി. ഒരു പെയിന്റും അടിക്കാറില്ല, ഒരു ട്രൗഡർ ഇടാറില്ല, നല്ല കുഴപ്പമുണ്ടാകും. മാനുഫാക്ചർഡ് വെൽ, മെയിൻറ്റൈൻഡ് വെൽ. നമ്മൾ ആരാണെന്ന് നമ്മൾ അതിൽ വരില്ല. നോട്ട് മൈ ഹൈറ്റ്, നോട്ട് മൈ മസിൽസ്, but me as Shashi Kumar, am I using me 100%? That's what I should do. Try to do it. Okay? കഴിവുണ്ട്, നല്ലപോലെ ഉപയോഗിക്കും.
എനിക്ക് ഫെയിലിയർ ആണ്, ഇത് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയാനേ പറ്റും. ഞാൻ എക്കണോമിക്സ് പഠിച്ചോളാം, ബട്ട് ഐ ടോട്ട് എക്കണോമിക്സ്. ബയോടെക്നോളജി പഠിപ്പിച്ചിട്ടുണ്ട്, എക്കണോമിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്, ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്, ജിയോഗ്രഫി പഠിപ്പിച്ചിട്ടുണ്ട്, ബയോടെക്നോളജി പഠിപ്പിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, യു ടെൽ ദാറ്റ് ഐ ക്യാൻ ടീച്ച്, ഐ ക്യാൻ ലേൺ. ആ കഴിവാണ്. അപ്പൊ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സാർ ലൈഫിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്റെ ബുക്സ് ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ലൈഫ് ഓഫ് ലവ്, ലൈഫ് മെയ്ഡ് സിമ്പിൾ, റിതം ഓഫ് ലൈഫ്, ലൈഫ് ഈസ് ടു ലിവ്, കുറെ ബുക്സ് ഉണ്ട്, ഒക്കെ ലൈഫാണ്. അപ്പൊ ലൈഫ് എന്ത്, ലിവ് ദ ലൈഫ് യു ലവ്, ലവ് ദ ലൈഫ് യു ലിവ്, അങ്ങനെയാണ്. അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇപ്പോഴാണ് ശരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ തോന്നിക്കാൻ കാരണം സാറിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. ഈ ക്ലാസ് എനിക്ക് വന്ന് മറ്റാരെക്കാളും ഒരുപാട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോ, പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കുറെ മാറ്റങ്ങൾ ഉണ്ടാവും എന്റെ ലൈഫിൽ. ഇനി ആർക്കെങ്കിലും അവസാന ലാസ്റ്റസ്റ്റ് പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ എങ്ങനെ ഒന്നിന്റെ സബ്സിഡറി ആയിട്ട് മറ്റേതാവാം. നമുക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, ഇഷ്ടംപോലെ പഠിക്കും. നമ്മൾ നല്ലോണം പായസം കൂട്ടുമ്പോൾ കുറച്ച് അച്ചാറ് നോക്കിയിട്ടാണ് പായസം കഴിക്കുന്നത്. ഇറ്റ് ഗീവ്സ് എ ഡിഫറെന്റ് ടേസ്റ്റ്. മനസ്സിലായോ? പിന്നെ നമ്മൾ വിചാരിക്കുന്നത് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ബന്ധമുണ്ടോ? ഫുൾ ബന്ധമുണ്ട്. ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ അതിനകത്ത് മാത്തമാറ്റിക്സ് പറയും. ലൈഫ് ഫുൾ മാത്തമാറ്റിക്സ് അല്ലേ? എത്ര കൊല്ലം ജീവിച്ചു, അതിൽ എത്ര സമയം എങ്ങനെ ചെലവഴിച്ചു, ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. ബുക്ക് നമ്പർ ഓഫ് പേജസ് ആണ് ആദ്യം ചോദിക്കുക. ബുക്ക് എന്ന് പറഞ്ഞാൽ അതന്നെ ചോദിക്കുക. വെയിറ്റ് ഓഫ് ദ ബുക്ക്, ഹൈറ്റ്, ഏത് ചോദിച്ചാൽ ഹൈറ്റ്, ഫാറ്റ്, ലെങ്ത്, ഡിസ്റ്റൻസ്, ഇതൊക്കെ മാത്തമാറ്റിക്സ് അല്ലേ? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റില്ല, രണ്ടാൾ തന്നെ. ബൈനോമിയൽ അല്ല, പോളിനോമിയൽ ആണ്. അപ്രോച്ച്, ഹൗ ഫാർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്രോച്ച് എത്ര വരെ പറ്റും എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് യു മസ്റ്റ് നോ ഹൗ ഫാർ ഐ ക്യാൻ അപ്രോച്ച്. ഡിസ്റ്റൻസ്, ഫീലിംഗ്സ് cannot be measured എന്ന് പറയും. മെഷർമെന്റ് എന്ന് പറയുന്ന വാക്കന്നെ മാത്സ് ആണ്. മോഡു 150 ആൾക്കാർ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് സ്പോക്ക് 2 minutes each for 10 minutes.